ഷലോം. നെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും ഷബാത്ത് ഷലോം. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. സോറി, എല്ലാവരും ക്ഷമിക്കുക എന്നോട്. നാട്ടിലൊക്കെ ഒത്തിരി ലേറ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ സാരമില്ല, നമുക്ക് കുറച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് മാത്രമായിട്ട് ഈ ലൈവിൽ വരാനായിട്ടുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് വന്നത്. 2 ദിവസമായിട്ട് ലൈവ് കണ്ടില്ല നിങ്ങൾ. അയ്യോ, അട്ടങ്ങിരിയടാ കോയയെ പോലെ കാണിക്കാതെടാ. ഓക്കെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞാനും സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പുതിയ ദിവസം, നമുക്കൊരു ദിവസം, ഒരു ജീവിതത്തിൽ ശബാത്ത് എന്ന് പറയുന്ന ഒരു ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെയുള്ള ദിവസം ശബാത്ത് ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാം ശബത്ത് ഫോളോ ചെയ്യുന്നവരെല്ലാവരും തന്നെ ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രത്യേകതയോടുകൂടി ശബത്ത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ ശബത്ത് കൂടുന്ന എൻ്റെ പ്രത്യേക ഉള്ള സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ശബാത്ത് ശലോം ഒരിക്കൽ കൂടി. സഹോദരങ്ങൾ, ഞാൻ ലേറ്റായി വരുന്നതിൻ്റെ ലേറ്റായി സത്യത്തിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാട്ട്, നിമിഷ കവിയാണല്ലോ ഞാൻ. അതുകൊണ്ട് ഒരു നിമിഷ കവിയായ ഒരു പാട്ട് ഇങ്ങനെ 2-3 വരികൾ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്നത്, അതങ്ങനെ കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ വരികളൊക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ചെലവാക്കി അങ്ങോട്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വരാനുള്ള സമയം എനിക്ക് ലേറ്റായി എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും നമ്മളങ്ങനെ കളയാൻ പാടില്ല. നിമിഷ കവികളാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ തക്ക സമയത്തിൽ വിനിയോഗിക്കുക. അതുപയോഗിച്ച് എന്താ പറയുക, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, പോയി നമ്മൾ എന്ത് ചെയ്യുക, പാട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത് പോലെ ഞാൻ കിട്ടിയ ഒരു സമയം, അത് മനസ്സിൽ തെളിഞ്ഞു വന്ന കുറച്ച് വരികളെല്ലാം തന്നെ നശിപ്പിക്കണ്ട, കളയണ്ട എന്ന് കരുതിയിട്ട് അതങ്ങ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ട് സ്റ്റോറാക്കി വെക്കാൻ പോയതാണ്. അങ്ങനെ അതുകൊണ്ട് കുറച്ച് ലേറ്റായി നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവിൽ വരാനായിട്ട്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾക്കറിയാം ഇന്നിപ്പോൾ എന്താ നടക്കുന്ന ലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, ഒരു കൂട്ടം ആളുകൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ സയന്റിഫിക്കലായിട്ടും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. സയന്റിഫിക്കലായിട്ട് ഇതിന്റെ പോരായ്മകൾ എന്താണ്, സയന്റിഫിക്കലായിട്ട് എന്താ പറയുക, ലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ സയന്റിഫിക്കലായിട്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കി എടുത്തു വരുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. സാബു ജോണിന് കഴിഞ്ഞ ദിവസം അടി കൊണ്ടതൊന്നും മറന്നു പോയോ? കണ്ടം വഴിക്ക് ഓടിയതല്ലേടെ അടി കൊണ്ട്, വിവരം കെട്ടവനെ. സാബു ജോണിന്റെ ഭാര്യയും അമ്മയും കൊതം കൊടുക്കാൻ പോയ വഴിക്ക് കുറച്ച് ലേറ്റായി പോയിന്ന. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഷാബു ജോണെ, നീ വരാൻ കുറച്ച് ലേറ്റായി പോയതിനിപ്പോ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അടി എരുന്ന് വാങ്ങിച്ച് നമ്മൾ ശീലമായി പോയില്ലേ. ചുമ്മാ റീനയുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല എന്നായിരിക്കും സാബു ജോൺ ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന്മാർക്കൊന്ന് മുഖം കാണിച്ചുകൊണ്ട് പോയിട്ട് എന്നെ റീന 2 കുണ്ടിക്കടിക്കൂ, എന്നെ 2 കുണ്ടിക്കടിക്കൂ എന്ന് ചോദിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ ഒന്നും ഉറക്കം ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. വേണ്ട സാബു ജോണെ, നീ വിഷമിക്കണ്ട. ഭാര്യയും അമ്മയും കൊണ്ടുപോയി കൊതം കൊടുത്ത് വന്നപ്പോഴത്തേക്കും സാബു ജോണിന് വൈകിപ്പോയെന്ന്. സോറി മോനെ, വിഷമിക്കണ്ടടാ. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കും, നമ്മളതൊന്നും കാര്യമാക്കരുത്, മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യരുത് സാബു ജോണെ, നമ്മളതൊന്നും കാര്യമാക്കരുത്, മനസ്സിലായോ? മക്കളോ, അവന്റെ ഫോട്ടോ കൂടി ഇങ്ങ് തന്നേരെ മുത്തേ. ഉണ്ടല്ലോ കുടുംബമായിട്ട്. ദേ കണ്ടോ, ഇതാണ് നമ്മുടെ പൊന്നു മോനെ ഷാബു ജോനെ, ഷാബു ജോനു. കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, സാബു ജോണിന്റെ ഭാര്യയും മകളും കൂടി കൊതം കൊടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി റീന, എന്നോട് ക്ഷമിക്കണമെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മകനെ? നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മകനെ. ഷാബു ജോണേ, കുഞ്ഞാടേ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കുഞ്ഞാടേ. ഇതേ പിടിച്ചോളൂ, ഇതാ കണ്ടോ, ഇത് ഈ ഭാര്യയും മോളും കൊണ്ട് കൊതം കൊടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോയി എന്നാണ് പറയുന്നത്. കുഞ്ഞാടെ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കുഞ്ഞാടെ. ഇതാണ് നമ്മുടെ ഷാബു ജോൺ കുണ്ടിമാവൻ.
ഏ നമ്മുടെ കുണ്ടിമാമൻ ഷാബു ജോൺ, റിസ്വാൻ ബിൻ സലേം, തീട്ടം ഖുറാനോ? തൂറാൻ തീട്ടമാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ടല്ലോ. അത് നിനക്കറിയത്തില്ല, ഇപ്പോഴാണോ അറിയുന്നത്? തൂറാൻ പണ്ടേ തീട്ടമാണ് മോനെ. കൊതമത് കോയ പറമ്പിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി, കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്, കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കോയ മുക്കിത്തൂറിയ, നമ്മുടെ കൊതമത് കോയ മുക്കിത്തൂറിയ തീട്ടമാണ് മകനെ തൂറാൻ. അത് നീ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. കാരണം ഇവന്മാരുടെ ഈ തീട്ടം ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ തീട്ടത്തെ കുറിച്ചൊന്ന് പറഞ്ഞു ഇവന്മാരെ നേരെ കയറ്റുക എന്ന് പറയുന്നത് ഒരു മനസ്സുഖമാണല്ലോ. നിങ്ങൾ പിന്നെ പ്രത്യേകിച്ചും പണ്ട് മുതലേ നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. നമുക്ക് എന്നും എന്നും കോയാസിനെ ഏറിൽ കയറ്റിയ ഒരു ശീലമാണ്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാം. എന്താണ് ആ ചെറിയ കാര്യം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ? അപ്പോൾ ചേച്ചി ഒരു പാട്ട് നമ്മുടെ കൊതമത് കോയയ്ക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ? അപ്പം എൻ്റെ ഒരു ആഗ്രഹം കരോക്കെ ഇട്ടൊന്ന് പാടി നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ ഒരു പാട്ട് എഴുതാൻ പോയത് സമയത്തിനൊരു പാട്ട് എനിക്ക് കിട്ടി. അപ്പൊ ആ പാട്ട് വെറുതെ കളയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അപ്പൊ തന്നെ ആ ലിറിക് എഴുതാൻ കുറച്ച് പോയി. അങ്ങോട്ട് പോയപ്പോൾ സമയം കുറച്ച് എനിക്ക് വേസ്റ്റ് ആയി. അതുകൊണ്ട് എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ല. അപ്പൊ എനിക്കത് കരോക്കെ ഇട്ട് നിങ്ങളെ പഠിപ്പിച്ച് സന്തോഷിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ കരോക്കെ ഇടുന്ന സമയത്ത് വരികൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇതിനകത്താ മൊബൈലിനകത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഞാൻ വേറൊന്നിലേക്ക് പകർത്തി എഴുതി വരുമ്പോഴത്തേക്കും കരോക്കെ ഇട്ട് പാടുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ട്രൈ ആക്കാം. കരോക്ക ഒന്ന് എന്താ പറയുന്നത് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കട്ടെ ഇതിനകത്ത്. ആ കരോക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പ പൊളിക്കും നമ്മൾ ആ പാട്ട്. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ ഞാൻ ആ പാട്ട് കുറച്ച് നിങ്ങളെ എന്തുവാ മെമ്മറിയിൽ വെച്ചിട്ട് ഞാൻ ഓർത്ത് കരോക്കെ ഇട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇവന്മാരുടെ സൂക്കേട് കൂടും തോറും നമ്മുടെ പാട്ടിന്റെ ഈണം കൂടുകയാണ്. അതെ അതെ, കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ. അയ്യോ, കടലിലല്ലോ, പറമ്പിലല്ലേ. കൊതമത് കോയക്ക് എവിടെയാ കടലിരിക്കുന്നത്? മരുഭൂമിയില്. റിസ്വാൻ ബിൻ സലേം നമ്മുടെ തീട്ടമുണ്ടായ കഥ ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് പറഞ്ഞ അവന്റെ ഒരു ആഗ്രഹം നമുക്കങ്ങ് മാനിച്ചു കൊടുത്തേക്കാം. അപ്പൊ കൊതമത് കോയ പറമ്പിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഹൂറികളെല്ലാം കൈകൊട്ടി പാടി, കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്, കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. മനസ്സിലായോ? ഇങ്ങനെ കോയ മുക്കിത്തൂറാൻ പാട്ട് ഹൂറികളെല്ലാം പാടാൻ പറഞ്ഞപ്പം അങ്ങനെ പാടിക്കൊടുത്തൊരു അങ്ങനെ മുക്കി തൂറി എറിഞ്ഞ സാധനമാണ് മകനെ നിന്റെ തൂറാൻ എന്ന് പറയുന്ന തീട്ടം. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതിനെ എന്തായാലും നീ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതിന് വളരെ സന്തോഷം. അത് ഓർമ്മിപ്പിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് എഴുതിയ ആ ഫ്രഷ് ആയിട്ടുള്ള വരികളൊന്ന് കേട്ടാലോ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കരോക്കെ ഇട്ട് പാടിയ ഒരു സുഖമായിരിക്കും. മോനെ, ആരെങ്കിലും എനിക്ക് ആ മന്മദരാസ ആ പാട്ടിന്റെ കരോക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നമുക്കിപ്പൊ കരോക്കെ ഇട്ട് ഏറി കയറ്റി തരാം നമുക്ക് മോനെ. നിങ്ങൾക്ക് ആ മന്മദരാസയുടെ കരോക്കെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കൾ എനിക്കൊന്ന് സെൻഡാക്കി തരൂ. പ്രിയ സഹോദരങ്ങളെ, ഇതിലേക്ക് സെൻഡാക്കി തരണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോയമാരെ വളരെ സന്തോഷത്തോടുകൂടി ഏറിൽ കയറ്റാം. ഓക്കെ? അപ്പൊ ചേച്ചി കരോക്കെ ഇല്ലാതെ ഒന്ന് പാടട്ടെ, അത് കഴിഞ്ഞിട്ട് കരോക്കെ ഇട്ടൊന്ന് പാടാം. അപ്പൊ രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും മാച്ച് ആകും. നിങ്ങൾ കരോക്കെ ഇല്ലാതെ കേൾക്കുമ്പോഴും കരോക്കെ ഇട്ട് കേൾക്കുമ്പോഴും അതിനുള്ളൊരു സുഖം തന്നെയാണ്. അപ്പം ഫസ്റ്റ് വരി എന്ന് പറയുന്നത് കോയ കോയ കൊതമത് കോയ ദിനവും ഏറില കോയ കൊഞ്ചം ഇറങ്ങി വാക്കോയാ ടൺ 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 ടൺ. അപ്പൊ നമുക്ക് അതിന്റെ വരി എടുക്കാം.
കൊതമത് കോയാ കൊതമത് കോയാ ഹൂറികൾക്കെല്ലാം സുഖമാണോ ഹൂറിയുമില്ല തൂറിയുമില്ല ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ എന്റെ തള്ളുകെട്ട് എല്ലാ കോയമാരും ഒന്നായി പൊട്ടിത്തെറിക്കുന്നു ഓടി നടന്നെനിക്ക് കൊതഭോഗം നടത്താൻ തള്ളിയ തള്ളു മാത്രമേ കൊതമത് കോയാ ടങ് 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 കൊതമത് കോയാ ടങ് 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 കൊതമത് കോയാ കൊതമത് കോയാ ഹൂറികൾക്കെല്ലാം സുഖമാണോ ഹൂറിയുമില്ല തൂറിയുമില്ല ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ എന്റെ തള്ളുകെട്ട് എല്ലാ കോയമാരും ഒന്നായി പൊട്ടിത്തെറിക്കുന്നു ഓടി നടന്നെനിക്ക് കൊതഭോഗം നടത്താൻ തള്ളിയ തള്ളു മാത്രമേ കൊതമത് കോയാ ടങ് 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 കൊതമത് കോയാ. അടുത്തത് വരി നമുക്ക് പാടാം. ഹൂറിയുടെ കഥ പറഞ്ഞ് എല്ലാ കോയമാരെയും ചുമ്മാ അലയാൻ വെച്ചില്ലേ 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 കാട്ടു കഴുതകളെല്ലാം കോയമാരെല്ലാവരും അതിനായി അലഞ്ഞു നടക്കുന്നേ 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 ആയിഷയുടെ ബ്രായും ഷഡിയും ഇട്ട് ഞാൻ ഇറക്കിയ വഹിയെല്ലാം തേടിയെടുത്ത് ടങ് 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 അതൊന്നൊന്നായി എടുത്ത് പഠിച്ചപ്പോൾ ഞാൻ ഓർക്കാപ്പുറത്തിപ്പോൾ ഏറിലാണ് അന്ന് വെറുതെ ഞാൻ തള്ളിയ തള്ളുകളെല്ലാം ഇന്ന് വിനയായി എനിക്ക് വന്ന് ഭവിച്ചല്ലോ അയ്യോ എനിക്കിന്ന് ഏറിൽ നിന്നും ഇറങ്ങാൻ വയ്യേ കോയ 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 കൊതമത് കോയ പോയ 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 കോയ പോയ 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 തരത്തിൽ കളിയാ കൊതമത് കോയ കൊതമത് കോയ ഞാൻ ഹൂറികൾക്കെല്ലാം സുഖമാണോ ഹൂറിയുമില്ല തൂറിയുമില്ല ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കരോക്കെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. എന്റെ പൊന്നുമക്കളോ, കരോക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് കരോക്കെ ആയിട്ട് ഇട്ടതാ. അല്ലാതെ ഞാൻ യൂട്യൂബിൽ പോയി കരോക്കെ എടുത്തു കഴിഞ്ഞാൽ എന്റെ വരികൾ ഞാൻ എവിടെ നോക്കി പാടും? യൂട്യൂബ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരികൾ ഞാൻ എവിടെ നിന്ന് എടുത്തു വെച്ച് പാടും? വരികൾ കിടക്കുന്നത് ഈ ഫോണിലാണ്. അപ്പോൾ കരോക്കെ എനിക്ക് മ്യൂസിക് ആയിട്ട് കിട്ടണം. അങ്ങനെ കിട്ടിയാലല്ലേ അതിനൊരു സുഖമുള്ളൂ. കരോക്കെ ഇതെനിക്ക് എന്റെ കയ്യിലുണ്ട് പ്രിയ സഹോദരങ്ങളെ. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ആ കരോക്കെ ആയിട്ടും തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി കരോക്കെ ഉണ്ട്, പക്ഷെ വരികൾ എനിക്ക് കാണാതെ അറിയില്ല. ഓക്കെ, അപ്പൊ എന്റെ സഹോദരങ്ങൾ ഇടയ്ക്ക് വന്ന് എന്താ പറയുന്നേ, ഒന്ന് ഏറിൽ കയറ്റി തരുമോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഏറി കയറ്റി വിടുന്നതാണ്. കോയമാർക്കറിയാം ഇവിടെ കയറി വന്നാൽ ഒന്നില് തള്ളാഹു ഏറിലായിരിക്കും, ഇല്ലെങ്കിൽ കൊതമത് ഏറിലായിരിക്കും, അല്ലെങ്കിൽ കോയമാരുള്ള ഏറിലായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാനതങ്ങ് മ്യൂസിക്കിൽ അങ്ങ് പാടിയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരട്ടെ, കരോക്ക ഇപ്പൊ വരും. ഒരു 2-3 മിനിറ്റിനകത്ത് കരോക്ക എത്തുന്നുണ്ടായിരിക്കും. നമുക്ക് ഹമി ഹമീദ്, ആ ഹാ ഹാ ഹാ, എടാ എന്താ മോനെ നിന്നെ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹമി ഹമീദേ, വാ ചക്കരെ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. നമുക്കിപ്പം കുറച്ച് കഴിയുമ്പോൾ നീ ചത്തുപോവേ, വിഷമിക്കണ്ടായേ. ഹമി ഹമീദ്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹമി ഹമീദ് വന്നിട്ടുണ്ട്. നമ്മുടെ കൊതമത് ഏറിലാണല്ലോ, പൊതുവേ കൊതമത് ഏറിലാണ്. അപ്പൊ കൂട്ടു സഹോദരങ്ങളെല്ലാം കൂടി കൊതമതിനെ ഒന്നുകൂടി ഏറിൽ കയറ്റി കൊടുത്താൽ അവർക്ക് എന്തോ വലിയൊരു മനസ്സുഖമാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഹമി ഹമീദിനെ നമുക്കിപ്പോൾ തന്നെ ഏറിൽ കയറ്റിയേക്കാം. ഹമി ഹമീദ്, ഡോണ്ട് വരീടാ, ദേ വന്നിട്ടുണ്ട്. അപ്പൊ മോനെ പ്രൊഫൈല് നമുക്കിപ്പോൾ റെഡിയാക്കി തരാം. ഓക്കേടാ മോനെ, ദേ പിടിച്ചോ. ഹമി ഹമീദേ, ഹമി ഹമീദേ, അപ്പം ഹമി ഹമീദിന് ഒരാഗ്രഹം, ചേച്ചി എല്ലാവരെയും ഒന്ന് ഏറി കയറ്റുന്നതല്ലേ ചേച്ചി, എന്നെയും എത്രയും പെട്ടെന്ന് നേരിൽ കയറ്റി തന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനെന്താ, ഉമ്മയ്ക്ക് സുഖമാണോ മോനെ? അപ്പൊ ഇതാ പിടിച്ചോ മോനെ, പറ്റിയതാവേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹമീദിനെ പിടിച്ചോ. ഇവനൊരു മോഹം,
വലിയൊരു മോഹമൊന്നും അല്ല, ഈ മോഹം അടി കിട്ടാത്തതിന്റെ കുഴപ്പമൊന്നും മാത്രമേ ഉള്ളൂ. അതിപ്പോ തീർത്തോളാം നമുക്ക്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ഹമീദ്. അപ്പൊ ഉമ്മയുടെ പൊളിഞ്ഞ പൂറ്റിലോട്ട് ഈ പാട്ടൊന്ന് പാടിക്കൊടുക്കുമോ, ഡെഡിക്കേറ്റ് ചെയ്യുമോ എന്നാണ് ഹമീദ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവന്റെ പ്രൊഫൈല് കണ്ട സ്ഥിതിക്ക് നമുക്ക് അവനെ ഒന്ന് ഇതിനെ തന്നെ പരിചയപ്പെട്ടേക്കാം. നിങ്ങൾ ഇങ്ങനെ തന്നെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്റെ റീന ചേച്ചി എന്റെ ഉമ്മയുടെ പൊളിഞ്ഞു വേണ്ടി ഞാൻ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ആ പാട്ടൊന്ന് 4.6K ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ പിന്നെ ഫ്രണ്ട്സിന്റെ വ്യാപാരം കൂടുതലാണ് നമ്മുടെ ഹമീദിന്. അപ്പൊ ഉമ്മയുടെ പൊളിഞ്ഞു കിടക്കുന്ന ആ പൂനാറ്റിലേക്ക് നോക്കി ഒന്ന് പാടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ മോനെ, ഉമ്മയുടെ പൊളിഞ്ഞ പൂനാറ്റിലേക്ക് നോക്കി ചേച്ചി ഇപ്പൊ പാടിത്തരാം കേട്ടോ, വിഷമിക്കരുത് നീ. അയ്യോ എന്നോട് ചോദിച്ചിട്ടാ നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരാതിരിക്കുമോ മോനെ? ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് വയ്യ. ഉമ്മയുടെ പൊളിഞ്ഞ പൂനാറ്റിലേക്ക് അതെന്താ ഉമ്മയുടെ പൂനാറ് പൊളിയാൻ കാരണം എന്താ? കോയമാർ സ്ഥിരം കയറി ഇറങ്ങുന്നത് കൊണ്ടോ? സഹോദരങ്ങളെ, കോയ ഇവന്റെ വീട്ടിലേക്ക് അവന്റെ ഉമ്മ സ്ഥിരമായിട്ട് ആളെ കയറ്റി ഇറക്കി പൂനാറെല്ലാം പൊളിഞ്ഞു കിടക്കുന്നെന്നാണ് കൊച്ചിന്റെ ഒരു ഇത്. അതുകൊണ്ട് എന്റെ ഉമ്മയുടെ കൊതത്തിനെ നോക്കിയിട്ട് ചേച്ചി ഈ പാട്ടൊന്ന് പാടി ഡെഡിക്കേറ്റ് ചേച്ചി എന്ന് എന്നോട് ആവശ്യപ്പെട്ട ആ ഹമീദിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിച്ചില്ലെങ്കിൽ പിന്നെ ആര് മാനിക്കും? ചേച്ചി അതിനായിരിക്കുന്ന മോനെ, നീ വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചേച്ചി പാടാൻ ഇപ്പോൾ തന്നെ റെഡിയാണ്. അപ്പം മ്യൂസിക് ഇല്ലാതെ നമുക്ക് പാടാം. മ്യൂസിക്കോട് കൂടി പാടാൻ വേറെ നമ്മുടെ കൊതമത് കോയയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ മ്യൂസിക്കോട് കൂടി പാടാം. നിനക്കിപ്പോ പാടുമ്പോൾ ഞാൻ മ്യൂസിക് ഇല്ലാതെ തന്നെ പാടിത്തരാം. ഓക്കെ? ആ മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഒക്കെ ഉണ്ട്. നിനക്ക് മ്യൂസിക് ഇട്ട് പാടാനുള്ള യോഗമുള്ള. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പാടിത്തരാവേ. ഒരു മിനിറ്റ് മോനെ, വിഷമിക്കണ്ട. എന്തൊരു മോഹം നിനക്ക് കോയ കൊതമത് കോയ ദിനവും ഏറില കോയ கொஞ்சம் இறங்கி வா கோயா. கோயா கொதமது கோயா குறிகள். ஐயோ மியூசிக் ആണോ ഇത്? കൊതമത് കോയ കുറികൾക്കെല്ലാം സുഖമാണോ? കുറിയുമില്ല തൂറിയുമില്ല, ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ. എന്റെ തള്ളു കേട്ട് എല്ലാ കോയമാരും ഒന്നായി പൊട്ടിത്തെറിക്കുന്നു. ഓടി നടന്നെനിക്ക് കൊതഭോഗം നടത്താൻ തള്ളിയ തള്ളു മാത്രമേ. കൊതമത് കോയ എക്കോയ. പാട്ടിന് വരിയൊന്നും പറഞ്ഞില്ല. വരിയുടെ സമയമായി. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പ്രിയ സാറങ്ങളെ. ചേച്ചി റെഡിയാക്കി തരാം. നമുക്ക് തുടക്കം മുതൽ ഒന്നുകൂടി പാടാം കേട്ടോ. ചേച്ചിക്ക് കരോക്കെ ഒന്നും പാടി ശീലമില്ല. കൊതമത് കോയ ദിനവും ഏറില കോയ கொஞ்சம் இறங்கி வா கோயா.
കൊതമത് കോയ കുറികൾക്കെല്ലാം സുഖമാണോ? കൂറിയുമില്ല തൂറിയുമില്ല, ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ. എന്റെ തള്ളുചെട്ട് എല്ലാ കോയമാരും ഒന്നായി ഒന്നായി പൊട്ടിത്തെറിക്കുന്നു. ഓടി നടന്നെനിക്ക് കൊതഭോഗം നടത്താൻ തള്ളിയ തള്ളു മാത്രമേ. കൊതമത് കോയ കൊതമത് കോയ 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 കോയ. കുറിയുടെ കഥ പറഞ്ഞ് എല്ലാ കോയമാരെയും ചുമ്മാ നലയാൻ വെച്ചില്ലേ വെച്ചില്ലേ വെച്ചില്ലേ. കാട്ട് കഴുതകളെല്ലാം കോയമാരെല്ലാവരും അതിനായി അലഞ്ഞു നടക്കും. കുറിയുടെ കഥ പറഞ്ഞ് എല്ലാ കോയമാരെയും ചുമ്മാ നലയാൻ വെച്ചില്ലേ വെച്ചില്ലേ വെച്ചില്ലേ. കാട്ട് കഴുതകളെല്ലാം കോയമാരെല്ലാവരും അതിനായി അലഞ്ഞു നടക്കുന്നേ നടക്കുന്നേ നടക്കുന്നേ. ആശയുടെ ബ്രായും ഷഡിയും ഇട്ട് ഞാൻ ഇറക്കിയ വഹിയെല്ലാം തേടിയെടുത്ത് അതൊന്നായി എടുത്ത് പഠിച്ചപ്പോൾ ഞാൻ ഓർക്കാപ്പുറത്തിപ്പോൾ ഏറിലാണ്. അന്ന് വെറുതെ ഞാൻ തള്ളിയ തള്ളുകളെല്ലാം ഇന്ന് വിനയായി എനിക്ക് വന്ന് ഭവിച്ചല്ലോ. അയ്യോ എനിക്കിന്ന് ഏറിലെന്നും ഇറങ്ങാൻ വയ്യേ. കോയ 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 പോയ 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 കൊതമത് കോയ പോയ 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 കൊതമത് കോയ പോയ പോയ തരത്തിൽ കളിയാ കോയ കൊതമത് കോയ കൊതമത് കോയ. കുറികൾക്കെല്ലാം സുഖമാണോ? കൂറിയുമില്ല തൂറിയുമില്ല, ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ. ഓ എന്റെ ദൈവമേ, എങ്ങനെയോ കരോക്കെയൊക്കെ പാടി ഒപ്പിച്ച്. കർത്താവെ തോതാ. നമുക്ക് ഇത് കരോക്കെ നല്ല വ്യക്തമായി ചേച്ചി സമയത്തിനൊക്കെ നിമിഷ കവിയായിട്ട് എഴുതി വെച്ചതായതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ചേച്ചി എങ്ങനെയൊക്കെയോ പാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്റെ പൊന്നുമോനെ മകനെ, അവന്റെ പേരെന്തുവാ? ഹമീദേ, ഉമ്മയ്ക്കിപ്പൊ സുഖമായിരിക്കാണുമല്ലോ. ഉമ്മയുടെ പൊളിഞ്ഞ ഉമ്മയുടെ പൊളിഞ്ഞ കൊതം ഇപ്പൊ റെഡിയായിട്ടുണ്ടോ? പരീക്കുഞ്ഞ് ഇളം കാട്ടിൽ, എന്റെ മോനെ ഇളം കാട്ടിലൊന്നും പോകരുത്. പോകുന്നെങ്കിൽ കുന്നും ചെരുവിൽ ഈന്തപ്പനയിലേക്ക് പോകണം. എന്നിട്ട് അവിടെ പോയി തിരക്കണം, കൊതമതുണ്ടോ കൊതമതുണ്ടോ, ഞങ്ങളെയെല്ലാം ഏറിൽ കയറ്റുന്ന കൊതമതുണ്ടോ കൊതമതുണ്ടോ, ഞങ്ങളെയെല്ലാം ഏറിൽ കയറ്റുന്ന എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് വേണം എന്ത് ചെയ്യാ മോനെ നീ പാടാൻ. മനസ്സിലായോ? ഇവിടെ വന്നിട്ട് ചോദിക്കരുത്, അങ്ങനെ നീ വിഷമിക്കരുത് കേട്ടോ. പരീതു കുഞ്ഞെ. ഓ എന്റെ ദൈവമേ, ഒരു കരോക്ക പാടി ഒപ്പിച്ചപ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സുഖവേ. ഇങ്ങനെയൊക്കെ കരോക്ക പാടാൻ പറ്റുമായിരുന്നോ? എന്തായാലും പോട്ടെ. ഹമീദ് കിട്ടിയ പാട്ടും വാങ്ങിച്ച് സ്ഥലം കാലിയാക്കി. ഉമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇതിൽ കൂടുതൽ ഒന്നും പ്രത്യേകിച്ച് ഹമീദിനില്ല. അതുകൊണ്ട് ഹമീദ് ഉമ്മയ്ക്ക് കിട്ടിയ ഡെഡിക്കേഷൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞുകൊണ്ട് മകൻ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പൊ ഹമീദിനെ പോലെ ഇനി ആരെങ്കിലും ഉണ്ടോ മോനെ? ഹമീദിനെ പോലെയൊക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഡെഡിക്കേറ്റ് വല്ലതും ചെയ്യണോ ആർക്കെങ്കിലും ഒക്കെ? നമുക്ക് വിശാലമായി കിടക്കുകയല്ലേ നമുക്ക് വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. പാട്ടുകളുടെ പെരുമഴ തന്നെ ഇങ്ങനെ ഇറങ്ങും. ദേ മാവേലി കൊമ്പത്ത് എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊതമത് നേറില് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ. മനസ്സിലായോ? പണ്ട് നാദൃശ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും മാവേലി കൊമ്പത്തിന്റെ ദീപ ഓണസമയത്ത് നമ്മുടെ നാദൃശക്ക ഒരു കാസറ്റ് ഇറക്കി എല്ലാവരെയും സന്തോഷിപ്പിക്കുമായിരുന്നു. ഇന്ന് യെരുശലേമിൽ ഇരുന്നു കൊണ്ട് കൊതമത് ഏറില് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷനോടുകൂടി നമ്മളിതാ ഓരോ പാരഡികൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു മനസ്സുഖം ഒരു ഒന്നൊന്നര സുഖമാണ്. നല്ല രസമല്ലേ പാട്ട്? നിങ്ങൾക്ക് ഇനി കക്കൂസി പോകുമ്പോഴെല്ലാം പാട്ടുകൾക്ക് വിഷമമില്ല പ്രിയ സഹോദരങ്ങളെ. തൂറണം, കൊതമത് കോയ ഓർക്കണം. കൊതമത് കോയ കൂറികൾക്കെല്ലാം സുഖമാണോ? കൂറിയുമില്ല തൂറിയുമില്ല.
ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ആഹാ, ആ കക്കൂസിൽ പോയിരുന്ന ആ കൊതമതിന്റെ കക്കൂസിൽ പോയിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കക്കൂസിൽ കയറി ഇരുന്നിട്ട് പടക്കം പൊട്ടിക്കുമ്പോഴും വെടിവിടുമ്പോഴെല്ലാം നിങ്ങളിത് ഓർത്ത് പാടിക്കഴിയുമ്പോഴും ഒരു മനസ്സുഖമാണ്. നമുക്ക് ആ കക്കൂസിന്റെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. നമ്മളതിന് ഇട്ടിരിക്കുന്ന പേരെന്താണ്? കക്കൂസിന് മുഹമ്മദ്. അപ്പോൾ ആ മുഹമ്മദിൽ പോയി ഇരുന്നിട്ട് ഈ കൊതമത് കോയയുടെ പാട്ടും പാടി നിങ്ങൾ വളിയും പടക്കവും ഒക്കെ ഇട്ട് കുറെ പൊട്ടിക്കുമ്പം ഒരു അവന് നെഞ്ചത്ത് ചാണി വെക്കുന്നതിന്റെ ഒരു സുഖം, തൂറിയിടുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ആഹാ, അതിന് ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അതുകൊണ്ട് ഇനി പാട്ടുകളെല്ലാം കരോക്ക ബേസിലായിരിക്കും വരുന്നത്. ചേച്ചി മ്യൂസിക്കും കൂടി ഇട്ടാൽ അതിന്റെ എഫക്റ്റ് അറിയത്തുള്ളൂ, അല്ലാതെ ചുമ്മാ പാടിയിട്ടൊന്നും എഫക്റ്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ട് എന്തായിരുന്നു പ്രിയ സഹോദരങ്ങളെ? ആ പാട്ടും മ്യൂസിക്കോട് കൂടി ഇനി അടുത്ത പ്രാവശ്യം പാടി കേൾപ്പിക്കണം സഹോദരങ്ങളെല്ലാം. നമ്മുടെ ഏത് പാട്ടാണ്? വാടാ വാടാ കോയ വന്ന് അടിയും വാങ്ങിപ്പോടാ, ടങ് 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 ഡേർഷ്ലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ, ടങ് 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 ടങ്. ഞങ്ങൾ കൊതമതിന്റെ മക്കൾ, ഏറിൽ കയറും മക്കൾ, എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ. ഏറിൽ കയറും തോഴിൽ, ചൊറിയാൻ വരും തോഴിൽ, ഞങ്ങളുടെ കൊതമത് പോലും ഏറിയിലാണ്. എടവാടാ കോയ നേരത്തോട്, ടങ് 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 അടി അടിയും വാങ്ങിപ്പോടാ കോയ, ടങ് 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 എടവാടാ റാസ്കൽ നേരത്തോട്, വാടാ വാടാ കോയ. ആ വരികൾ എനിക്ക് മറന്നുപോയായിരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം കരോക്കെ ഇനി ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിരത്തി പാടുന്നതായിരിക്കും. നമുക്ക് എത്ര പാട്ടുകളാണ് ഉള്ളത്? വാടാ കോയ, വാടാ വാടാ കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ എന്ന് പറയുന്ന പാട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പാട്ട് ഏതാണ്? നമുക്ക് ചേച്ചി കഴിഞ്ഞ ആഴ്ച ഒരു പാട്ട് പാടിയായിരുന്നല്ലോ. അതേത് പാട്ടാ നോക്കട്ടെ. ചേച്ചി കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ട് കുറച്ച് വെറൈറ്റി ഉള്ളൊരു പാട്ടായിരുന്നല്ലോ. ഇങ്ങനെ എല്ലാ പാട്ടുകളും നമ്മുടെ കൊതമതിന് ഇത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ടുകൾ ഇറക്കാനുള്ള ആ ഒരു കൃപ തന്ന കർത്താവിന് ആവാ തോതാ തോതാവാ തോതാ. വയലാർ എഴുതുമോ ഇതുപോലെ? ഈറാനിന്റെ അണ്ടം കീറി ഡണ്ടക 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 ഡണ്ടക, കൊതമേനിയുടെ കളിസം കീറി ഡണ്ടക 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 ഊറ, ഹമാസിനെ തൂത്തുവാരി ഡണ്ടക 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 ഡണ്ടക, ഹിസ്ബുള്ളയെ ഹമാസിന്റെ ചാരം വാരി, ഹിസ്ബുള്ളയെ തൂത്തുവാരി. നമുക്ക് ഈ പാട്ടും അടുത്ത കരോക്കയിലിട്ട് പാടുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി ഒരു കരോക്ക സെക്ഷൻ തന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ വിടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത പുതിയ പുതിയ ട്രെൻഡിന് പാട്ടുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇറക്കുന്നതായിരിക്കും. വേടന്റെ കുറച്ച് പാട്ടുകൾ ഇറക്കിയാലോ നമുക്ക്? അതൊക്കെയായിരിക്കും ഉമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹമിക്ക് ഡെഡിക്കേറ്റ് പാട്ട്. അതെ, ഹമീദിനാണ് ഇപ്പൊ പാട്ട് വേണ്ടത്. ഹമീദിനാണ്. നന്ദകുമാർ പി ഹമീദ് ചെറിയ ചീന പൂനാറുമായി വന്ന് 70 mm ആയി മടങ്ങിയെന്ന്. ഹമീദ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മയ്ക്ക് ഇത്രമാത്രം വലിയൊരു ഡെഡിക്കേഷൻ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഹമീദ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇത്രയും വലിയൊരു ഡെഡിക്കേഷൻ എൻ്റെ ഉമ്മയ്ക്ക് റീന ചേച്ചി കൊടുക്കുമായിരുന്നു എന്ന്. പോട്ടെ, സാരമില്ല മോനെ. നമുക്ക് ചേച്ചിക്ക് അതിന്റെ കരോക്കെയാണ് വേണ്ടത്. നേരത്തെ മോൻ ഇട്ട് തന്നതൊക്കെ കരോക്കെ ഇട്ട് തന്നെ നമുക്ക് എന്തായാലും പാടി ഒപ്പിക്കാമായിരുന്നു. TG ജോസഫ്, എനിക്ക് 10 ലക്ഷം രൂപ തരാമോ? തന്നാൽ ചേച്ചിയുടെ പേരിൽ ഞാൻ എൻ്റെ സ്ഥലവും വീടും തരാം. എൻ്റെ പൊന്നു മോനെ, ഈ അത്താപ്പാടിയ എന്നോട് പോയിട്ട് 10 ലക്ഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ജയൻ ഗോപി, ജെറുസലേം റീന എന്ന് പറഞ്ഞ വല്ല FB ഉണ്ടോ? എനിക്ക് ഒരു FBയും ഇല്ല. ആകെ ഉള്ളത് ഈ ഒരു FBയേ ഉള്ളൂ. തൽക്കാലം ഈ FBയിൽ തന്നെ തുടരുക. വേറെ FB പേജുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് വന്ന് ലൈവിൽ ആ പേജുകളിൽ വന്ന് സംസാരിക്കാം. എന്റെ ലൈവ് ഇല്ലാത്ത പേജുകൾ, ലൈവിൽ സംസാരിക്കുന്ന റീനയ്ക്ക് ലൈവേ ഉള്ളൂ. അല്ലാതെ റീന ഒരു പേജും തുടങ്ങിയിട്ടില്ല. ഹമ്മി ഫേസ്ബുക്ക് ഡിലീറ്റ് ആക്കി കേട്ട്
അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ആകെ ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ്, റീന ചേച്ചിക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്കിൽ പേജിൽ മാത്രം, ഞാൻ ലൈവായി വരുമ്പോൾ മാത്രം എന്നെ മനസ്സിലാക്കുക ഞാൻ ഇതിനകത്തുണ്ട് എന്നുള്ളത്. അടി കൊള്ളാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കോയ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെയാണ് ഇവന്മാര്. എല്ലാ ഭാഗത്തുനിന്നും അടികൊണ്ട് കണ്ടം വഴിക്ക് ഓടിയാലും. ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ കോയമാരെ ഏറിക്കയറ്റാൻ റീനയുടെ ആവശ്യമില്ല. കോയമാരെ ഏറിക്കയറ്റാൻ കോയമാര് തന്നെ ധാരാളം നിരന്നിരിക്കുക. നമുക്കിതാ പാട്ട് വന്നിട്ട് നമുക്ക് കോയയുടെ ആ പാട്ടും കൂടി ഒന്ന് പാടിയാലോ? നമുക്കൊരു പാട്ട് വന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ വാടാ വാടാ കോയായും കൂടി അത് പാടിയേക്കാം. എബി ജേക്കബ്, റെസ്പെക്ട് ഈച്ച് അതറോ. ഞാനിപ്പോ ആരെയായി റെസ്പെക്ട് ചെയ്യേണ്ടത്? എബി, താങ്കളെയാണോ? ഓക്കെ, എനിക്ക് റെസ്പെക്ട് തരൂ, ഞാനും റെസ്പെക്ട് തരാം. എബി ജേക്കബ്. കോട്ട് സൂട്ട് ഇട്ട അച്ചായനാണോ? ചേട്ടാ, കോട്ട് സൂട്ട് ഇട്ടത് കൊണ്ടാണ് ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ടത്. എബി അച്ചാച്ചൻ എബി. എബി ജേക്കബേ, അച്ചാച്ചൻ കോട്ടും സൂട്ട് ഇട്ടതുകൊണ്ടാണോ ഞാൻ റെസ്പെക്ട് ചെയ്യണ്ടേ? അല്ല, ഞാൻ ഇതുവരെയ്ക്കും എബി അച്ചാച്ചനോട് ഒന്നും പെരുമാറിയില്ലല്ലോ അൺറെസ്പെക്റ്റഡ് ആയിട്ട്. വല്ലൊന്നും പറഞ്ഞോ സഹോദറ? എബി ജേക്കബേ, അൺറെസ്പെക്റ്റഡ് ആയിട്ട് വല്ലതും എബി ജേക്കബിനോട് വല്ലതും ഞാൻ പെരുമാറിയായിരുന്നോ? അല്ല, കോയകളെ പറയുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് എബി ജേക്കബിനൊരു ഇളക്കം? കോയകൾ വീട്ടിൽ കയറി ഇറങ്ങി മുലകുടി സഹോദരന്മാര് വല്ലതും ആ വഴിക്ക് വല്ലതും ഉണ്ടോ എബി ജേക്കബേ? എത്ര മുലകുടി സഹോദരന്മാരാണ് കണക്കിലുള്ളത്? ഒന്ന് പറഞ്ഞോളൂ കേക്കട്ടെ. എബി ജേക്കബിന്റെ വീട്ടിൽ മുലകുടി സഹോദരന്മാർ നിരഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കോയമാരോടൊരു പ്രത്യേക സ്നേഹം എനിക്കാം. എബി ജേക്കബ് എന്ന എനിക്കാം വീട്ടിൽ കോയമാരിങ്ങനെ നിറഞ്ഞു വന്ന് പുര നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരോടെല്ലാം ഒരു പ്രത്യേക സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് എബി ജേക്കബിന് ഒരു വിഷമം. റീന അങ്ങനെ ആർക്കും ഇന്ന് വരെയും ഒരു ഫ്രണ്ട് റിക്വസ്റ്റും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളായിട്ട് പോയി വല്ലവന്മാരുടെ ചതിയിൽ കുഴിയിൽ പോയി വീണ് അടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് റീനയുടെ സ്വഭാവം വെച്ചിട്ട് റീന ആർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാറില്ല. ഇങ്ങോട്ട് കമന്റ് ഇടുന്നവരെ മൈൻഡ് ചെയ്യാൻ പോവാറില്ല ഞാൻ. എന്റെ മെസ്സഞ്ചറിനകത്ത് കമന്റോടെ കമന്റാ. പിന്നെ ഒരു വാട്സപ്പ് അക്കൗണ്ട് ഉണ്ട്, അതിനകത്തും കമന്റ് ഇട്ട് തള്ളിമറിക്കുക. ആരുടെയെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? റീന പണ്ടുതൊട്ടേ ആ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാത്തത്. അപ്പോൾ വല്ല കോയന്മാരും വന്നിട്ട് എന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കുക, ബുദ്ധിയുള്ളവരായിരിക്കുക. പോയി വീണു കൊടുത്ത് റീനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചാറ്റ് ചെയ്യാൻ വല്ലതും പോയാൽ പ്രിയ സഹോദരങ്ങളെ അടി വാങ്ങിച്ച് കണ്ടം വഴി അവന്മാരുടെ കയ്യിൽ നിന്ന് ഓടേണ്ടി വരും. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രയേ ഉള്ളൂ. റീന ഇന്ന് വരയ്ക്കും ആരോടും ഒറ്റ മനുഷ്യരോടും. അതുകൊണ്ടാണ് റീനയായി ഇന്നും ഫേസ്ബുക്ക് പേജുകളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. റീന ഫേസ്ബുക്ക് പേജിൽ റീനയുടെ ലൈവിൽ മാത്രമേ റീന സംസാരിക്കാറുള്ളൂ. റീനയുടെ ലൈവിൽ വന്ന് കൊണ പറയുന്നവന്മാർക്കേ റീന മറുപടി കൊടുക്കാറുള്ളൂ. അല്ലാതെ ഏതോ കണ്ടെത്തി കിടന്നിട്ട് ഒരുത്തൻ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് റീന ഇവിടെ വന്ന് കിടന്നിട്ട് എന്നെ കണ്ടത്തിൽ ആ കണ്ടത്തിൽ കിടന്ന് അവൻ നിലവിളിക്കുന്നു, അയ്യോ അങ്ങനെ അവൻ എന്നെ പറഞ്ഞു, അതങ്ങനെ അവൻ ചീത്ത പറഞ്ഞു, അവനല്ല ഇങ്ങനെ ചീത്ത പറഞ്ഞു, അവൻ അങ്ങനെ ബഹളം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റീന ഒരിടത്തും എന്ത് ചെയ്യാറില്ല. എന്റെ ഫേസ്ബുക്ക് പേജിൽ ആരെങ്കിലും എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റീന വന്ന് കരയുന്ന നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെല്ലാം എന്തെല്ലാം കോയമാർ എനിക്കെതിരെ വീഡിയോ ഇറക്കി. റീന കരയുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നു, റീന അത് പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നു. ആർക്കെങ്കിലും റീന എവിടെയെങ്കിലും മറുപടി കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയ സഹോദരങ്ങളെ? കാണത്തില്ല. എന്തുകൊണ്ടാണ്? റീനയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. അതിൽ റീന പറയേണ്ട കാര്യങ്ങൾ പറയാൻ റീന ശ്രമിക്കും. ജെയ്സൺ ആന്റണി മുഖ്യമന്ത്രി മകളെ നിക്കാഹ് ചെയ്ത് കേരളം ഒരു താലിബാനാക്കി റീന. അത് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ സഹോദര. ഈ കേരളം താലിബാൻ മാത്രമല്ല, ഈ കേരളം സകല ജിഹാദികളുടെയും വലിയൊരു കോട്ടയാണ് എന്നുള്ളത് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യുക? അവിടെ ജീവിക്കാൻ പഠിക്കുക. ബുദ്ധിയുള്ളവർ അവൻ സ്വയം എന്ത് ചെയ്യുക? അവരവരെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. മനസ്സിലായോ? അതുകൊണ്ട് അവരവർ സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം. അപ്പൊ നമുക്ക് ഒരു കരോക്കെ കൂടി കേട്ടാലോ? നല്ല മൂഡിലിരിക്കുകയല്ലേ, കൊത്തമത് ഏറി കയറുന്നതിന്റെ ഒരു സുഖം.
ഈ സമയത്ത് സാത്താനെ കാലേ വരെ അടിക്കുമ്പോഴത്തേക്കും ശബാത്ത് ദിവസത്തിലല്ലേ അവനെ ഏറിക്കയറ്റി അടിക്കുമ്പോഴും അതിലുമുണ്ട് ഒരു സന്തോഷം. സാത്താന്റെ ശക്തികൾ അഴിഞ്ഞൊഴിഞ്ഞ് ഓടിപ്പോടട്ടെ, സാത്താന്റെ ശക്തികൾ അഴിഞ്ഞൊഴിഞ്ഞ് ഓടിപ്പോകട്ടെ എന്ന് പാസ്റ്റർമാര് രൂപലഘടക ശമ്പലഘടക പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാലേവാരി അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ കാലേവാരി അടിക്കുന്നത്. എനിക്ക് ഈ കരോക്ക ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാടുമായിരുന്നു. നോക്കട്ടെ, പറ്റുമെങ്കിൽ ട്രൈ ആക്കാം. പാടണോ പ്രിയ സഹോദരങ്ങളെ? നമുക്കൊരു കരോക്ക കൂടി പാടണോ? യെസ്, കേൾക്കാമെന്ന്. ഞാൻ റെഡി, നിങ്ങൾ റെഡിയാ? അപ്പൊ നമുക്കൊരു കരോക്ക പാടേക്കാം. കൂറികളുടെ പടപ്പിലെ എത്തനെയോ കൂറികളുണ്ട്, ആനാലും അന്ത കൂറികളെല്ലാം. അയ്യോ, ആ പാട്ടൊന്ന് എടുക്കട്ടെ, എടുത്തിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പാടാം. കിട്ടി. കൂറികളെ കണ്ട് തുടങ്ങിയില്ല. വാടാ വാടാ കോയ വന്ന് അടിയും വാങ്ങിപ്പോടാ, എന്റെ യെരുശലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ഞങ്ങൾക്കൊതമതിന്റെ മക്കൾ, ഏറിൽ കയറും മക്കൾ, അടികൊണ്ടാലും പഠിക്കൂല ഞാൻ. ഏറിൽ കയറും തോഴിൽ, ചൊറിയാൻ വരും തോഴിൽ, ഞങ്ങളുടെ കൊതമത് പോലും ഏറിയിലാണ്. വാടാ കോയ യെരുശലേം പേജിൽ, കുണ്ടിക്കടി കൊണ്ട് ഓട് കോയ, വാടാ റാസ്കൽ നേരത്തോട്, വാടാ വാടാ കോയ. അയ്യോ, ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള പാട്ടാ. പോട്ടെ, സാറിന് ചേച്ചി ആദ്യമായിട്ടല്ലേ. കൊതമതിനെ കാണുമ്പോ പറഞ്ഞു, കൂറിയെ കാണും പോത് എന്നാടി തുടിക്കുതേ, ചടിക്കുതേ ഒടിക്കുതേ വെടിക്കുതേ. കൂറിയെ കാണുമ്പോൾ ആണിനം മൊത്തമായി ഓടുതേ, വാടാ വാടാ കോയ. ഏറിൽ വറിപ്പോടാ, ആദ്യം ഹമാസിനായി, പിന്നെ ഹിസ്ബുള്ളയ്ക്കായി, പിന്നെ ഇറാനുമായി കരയുമേ. എത്ര കൊണ്ടാലുമേ ഞങ്ങൾ പഠിക്കൂല, ഞങ്ങൾ കൊതമതിന്റെ മക്കളെ, ഞങ്ങൾ കൊതമതിന്റെ മക്കൾ, അടിയറന്നു വാങ്ങും മക്കൾ. എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ. അടികൊണ്ടാലെന്താ കുഴപ്പം, കൂറിയുണ്ട് അവിടെ, അതിനായി മരിക്കും നമ്മൾ. ഡബോടാ കോയ കൂറിയില്ല, അല്ലാഹുവിന്റെ തള്ളു മാത്രം. വാടാ കോയ നേരത്തോട്, വാടാ വാടാ കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ. അപ്പൊ നമ്മുടെ കോയ നിസാർ PH വേണ്ടിട്ടോ ഇസ്രായേലിന്റെ അടി കൊണ്ട് കൊതമതിന്റെ കൊന്തി പൊളിഞ്ഞെന്നാ നമ്മുടെ നിസാർ PH പറയാണ്. ഇസ്രായേലിന്റെ അടി കൊണ്ട് കൊതമതിന്റെ കുണ്ടി പൊളിഞ്ഞു എന്ന്. ഇറാന്റെ കുണ്ടി പൊളിഞ്ഞ കാര്യമാണോ അങ്ങനെ മൊത്തത്തിൽ കൊതമതെന്ന് പറഞ്ഞത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, നിസാർ PHന്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് കൊതമതിന്റെ കുണ്ടി പൊളിഞ്ഞ കാര്യം നമുക്കൊന്ന് അവന് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പം നിസാർ PH പറയുകയാണ്, നമുക്ക് നിസാർ PHനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറയും. ഏറിൽ കയറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ റെഡിയായിരിക്കുമ്പം നമുക്ക് ഏറി കയറ്റി വിടാം, വിഷമിക്കേണ്ട. ദേ വരുന്നുണ്ട് നിസാർ PH, ദാ വന്നിട്ടുണ്ട് മകനെ, ദേ ഇപ്പൊ നീ ഏറിൽ കയറും, വിഷമിക്കേണ്ട മോനെ. നിന്റെ ആഗ്രഹത്തെ മാനിച്ചു തരാനായിട്ട്
ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, കണ്ടോളൂ, ഇതാണ് നമ്മുടെ നിസാർ PH. അപ്പം നിസാർ PH പറയുകയാണ്, ഇസ്രായേലിന്റെ അടി കൊണ്ട് നമ്മുടെ കൊതമതിന്റെ കുണ്ടി പൊളിഞ്ഞു എന്ന് പറയുകയാണ്. കണ്ടല്ലോ, നിസാർ PH പറയുകയാണ്, നമ്മുടെ ഇസ്രായേലിന്റെ അടി കൊണ്ട് നമ്മുടെ കൊതമതിന്റെ കുണ്ടി പൊളിഞ്ഞു എന്ന്. അതിനെന്താ, ഇസ്രായേലിന്റെ അടി കൊണ്ടാൽ മാത്രം കൊതമതിന്റെ കുണ്ടി പൊളിയത്തില്ല പൊന്നുമോനെ. ഏതൊരു കുഞ്ഞു കൊച്ചടിച്ചാലും കൊതമതിന്റെ കുണ്ടി ഇപ്പൊ പൊളിയാൻ തക്കവണ്ണം പാകത്തിലിരിക്കുക. അടി അത്രമാത്രം മൂട്ടിന് കിട്ടുന്നുണ്ട്. ഇസ്രായേലൊന്നും പ്രത്യേകിച്ച് അടിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ യെരുശലേമിൽ നിന്ന് റീന അടിച്ചാലേ കൊതമതിന്റെ കുണ്ടി പൊളിയും. പിന്നെ എന്തിനാ പ്രത്യേകിച്ച് നിസാറേ? റീന അടിക്കുന്ന അടിയിലേ കൊതമതിന്റെ കുണ്ടി പൊളിഞ്ഞ, അയ്യോ എന്നെ അടിക്കല്ലേ റീന, മതി റീന, എന്റെ കുണ്ടി പൊളിഞ്ഞിരിക്കുക റീന, എന്നെ അടിക്കല്ലേ റീന എന്ന് പറഞ്ഞ് എന്നോട് ഏങ്ങി ഏങ്ങി കരയുന്ന ആ കണ്ണുനീര് നിസാർ PH നീ കാണാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ കാണുന്നുണ്ട്, ദിവസവും കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ അടി മാത്രം പോരാ, ഇസ്രായേൽ കാര്യമായിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. അടിയൊന്നും ഇങ്ങനെയൊന്നും കൊതമതിനെ പൊളിക്കാനായിട്ട് ഇസ്രായേലിന് അത്രയ്ക്ക് അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. കൊതമതിനെ പൊളിക്കാൻ കൊച്ചു കൊച്ചു പിള്ളേർ മതി കൊതമതിനെ കുണ്ടി പൊളിക്കാൻ. ബിനു സുന്ദരം സുന്ദരം. ആഹാ, നീ സുന്ദരമായൊരു കമന്റ് ആണല്ലോ മകനെ ഇട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് സഹോദരങ്ങളെ, നമുക്ക് ബിനു സുന്ദരത്തെ ഒന്ന് സുന്ദരമാക്കി വിട്ടാലോ? വിഷമിക്കണ്ട മോനെ, നിന്റെ സുന്ദരമായ മുഖമെല്ലാം ഇപ്പൊ ശരിയായിക്കോളും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ബിന്ദു സുന്ദരം സുന്ദരം, ബിനു സുന്ദരം സുന്ദരം. ബിനു സുന്ദരം പറയുകയാണ്, ഈ ബിനു സുന്ദരത്തിന്റെ ഭാര്യമാരായ ഈ സുന്ദരിമാരെയും ഭാര്യയും മകളുമായ ഈ രണ്ടുപേരെയും സകല തുതുക്കന്മാരും കൊതത്തിലടിച്ച് ഭാര്യയുടെയും മകളുടെയും കൊതം വീർത്തിരിക്കുകയാണ്. റീന, അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഈ കൊതഭോഗിയായ മുഹമ്മദിനെ ഏറിൽ കയറ്റുന്നവളാണല്ലോ നീ, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്ത് ചിരിച്ച മുഖം നോക്കിയേ, കൊതത്തിലടിച്ചാലും ചിരിക്കുന്നത്. ഇത് കൗണ്ടർ മണിയുടെ എന്തുവാ, നമ്മുടെ വടിവേലിന്റെ എക്സ്പ്രഷൻ പോലെയുണ്ട്. എത്ര അടി കൊണ്ടാലും நீங்க தாங்குறீங்கன்னு சொன்னாங்க, நீங்க ரொம்ப நல்லவேன்னு சொன்னாங்க എന്ന് പറഞ്ഞതുപോലെ ഒതുക്കത്തിൽ വെച്ചല്ല നമ്മുടെ മകനെ ബിനു സുന്ദരം സുന്ദരം, നിന്റെ സുന്ദരമായ വളിച്ച ചിരി ഇപ്പൊ എങ്ങനെയുണ്ട് മകനെ? ഭാര്യയുടെയും മോളുടെയും കൊതത്തിൽ അടിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. ഒതുക്കത്തിൽ കൊണ്ടുപോയാണോ അത് കൊതത്തിലടിച്ചത്? ഭാര്യയും മോളും അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഒതുക്കത്തിൽ കൊണ്ടുപോയല്ലോ പറഞ്ഞില്ലല്ലോ. മനസ്സിലായോ? അവർ രണ്ടുപേരും ഒതുക്കത്തിൽ എന്നല്ല പറഞ്ഞത്. അവർ രണ്ടുപേരും പറഞ്ഞത് കട്ടലിൽ നീ ഇരിക്കുമ്പോൾ തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും കൊതം പൊളിച്ചു എന്നാണ് പറഞ്ഞത്. എവിടെ മകനെ നിന്റെ കമന്റ്? ഉണ്ട്. മകനെ ഭാര്യയുടെയും മോളുടെയും കുണ്ടി പൊളിച്ച കാര്യം എന്നോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഫേസ്ബുക്കിൽ ലൈവിലാ. ഇങ്ങനെ വന്ന് ഭാര്യയുടെയും മോളുടെയും കുണ്ടിയെ ഏറിൽ കയറ്റാൻ മാത്രം നിനക്ക് അവരോട് എന്താടാ മോനെ ഇത്ര ഒരു കടി? നമുക്ക് ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ എത്ര പേരുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം. ദാ നോക്കൂ, ഇതാണ് നമ്മുടെ സുന്ദരം. ഇപ്പൊ ചാകുവേ, കണ്ടല്ലോ, ഇതാണ് മകനെ അവന്റെ സുന്ദരമായ ഫാമിലി ഫോട്ടോയൊക്കെ നമുക്ക് പരിചയപ്പെടാം. എബോട്ട് എവിടെയാണ്? എബോട്ട് ഫോൺ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ദാ നോക്കി വെച്ചോളൂ ഫോൺ നമ്പർ എല്ലാം. സഹോദരങ്ങളെ കണ്ടോ, തുലിക്കന്മാർക്കെല്ലാം അവസരമുണ്ട്. ഈ ഫോൺ നമ്പറിനകത്ത് നിങ്ങൾ വിളിച്ച് ഓരോരുത്തരായി ബുക്ക് ചെയ്യുവിൻ. കുണ്ടിഭോഗം നടത്തുന്നവർ മാത്രം പോയാൽ മതി ഈ ഫോൺ നമ്പറിലേക്ക്. ഭാര്യയും മോളും വളരെ മനോഹരമായി സുന്ദരമായി ഇളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഫ്രീ ആയിട്ടുണ്ട്. പോകുന്നവരോട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, വെളിച്ചെണ്ണ മസ്റ്റായും കൊണ്ടുപോകാൻ മറക്കരുത്. മനസ്സിലായോ? 400 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അതുകൊണ്ട് വെളിച്ചെണ്ണ മസ്റ്റായും കൊണ്ടുപോകാൻ മറക്കരുത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഫ്രീ ആയി തരില്ല, ഭാര്യയുടെയും മോളുടെയും കൊതം ഫ്രീ ആയി തരും എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ബിനു സുന്ദരം സുന്ദരം. അപ്പൊ ബിനു സുന്ദരം അവന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വളരെ നന്ദിയുണ്ട്. മകനെ
മകനേ. കണ്ടല്ലോ, ആഹാ എന്ത് സുന്ദരമായ ചിരി. കൊതം പൊളിക്കാൻ കൊടുത്തിട്ട് ചിരിക്കുന്ന ചിരിപ്പ് കണ്ടല്ലേ, സുന്ദരം. ദാ ഒരു കുണ്ടൻ മോനാണ്. ഇതാരടാ? ഫാമിലിയായിട്ട് ഭയങ്കര ഇതാണല്ലോ. കൊതം കൊടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ട് ഭയങ്കര ഗെറ്റപ്പാ. കൊള്ളാം. കണ്ണാടി വെച്ചിരിക്കത്തുള്ളൂ. കണ്ണുപൊട്ടനാണോ? ഷുണ്ണറ, ഇതാരാടാ ഷുണ്ണര? കൊതം പൊളിക്കാൻ വേണ്ടി പോയവരൊക്കെയാണോ കൂട്ടുകാരന്മാര്? നല്ല കാര്യം. ഈ കൊതം പൊളിക്കാനായിട്ട് കൂടെ നിന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ബിനു സുന്ദരയും കുടുംബത്തെ എല്ലാം പരിചയപ്പെട്ടല്ലോ നിങ്ങൾ. ബിനു സുന്ദര കൊതം പൊളിക്കാൻ കൂടെ നിൽക്കുന്നവരെല്ലാവരെയും കണ്ടോ? പട്ടി വരെ പോയിക്കുന്നുണ്ട്. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിന്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കാം. കണ്ടോ, നിനക്ക് പോലും അറിയാം. എന്നിട്ട് എന്താടാ നീ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സുന്ദര? അതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങളെ എത്രമേൽ മനോഹരമാവുന്നത്. അത് നീ അറിയാതെ പോയത് കൊണ്ടാണ് നീ ഇപ്പൊ ഏറിൽ കയറുന്നത്. ഈ ഡയലോഗ് പോലെ തന്നെ, അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിന്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കാം. അപ്പൊ ഞാൻ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്താണ് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മകനെ സുന്ദര, നീ ഇങ്ങനെ ഏറിൽ കയറത്തില്ലായിരുന്നു. എന്തോ ഒരു സുന്ദരമായ ഒരു ഏറിലാണ് അവൻ കയറിയിരിക്കുന്നു. നോക്കി, എണി നോക്ക്, എണിയെ. മകനെ ചത്തോ? ജീവനോടെ വല്ലതും ഉണ്ടോ നീ? ബാക്കി ഉണ്ടോടാ? ഷുണ്ണറനുണ്ടോ? അടുത്ത TJ ജോസഫ് വന്നിട്ടുണ്ട്. ഷുണ്ണറിന് പകരം ഞാൻ ഏറിൽ കയറിക്കൊള്ളാം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് TJ ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കിപ്പോൾ TJ ജോസഫിനെ ഷുണ്ണറിന് പകരം ഏറിൽ കയറ്റുന്നതായിരിക്കും. അപ്പോൾ ഷുണ്ണറിന് പകരം ഞാൻ ഏറിൽ കയറിക്കൊള്ളാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ TJ ജോസഫ് വന്നിട്ടുണ്ട്. മനെ TJ ജോസഫേ, ഡോണ്ട് വറിയുടെ കുട്ടാ, ദേ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ. TJ ജോസഫേ, ദാ നമ്മുടെ TJ ജോസഫ് വന്നിരിക്കുകയാണ്. റീന ചേച്ചി ഞാൻ ഏറിൽ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ TJ ജോസഫ്. അപ്പം നമ്മുടെ സുന്ദരന്റെ ഭാര്യയുടെത്തും മോണ്ടത്തും കൊതം പൊളിക്കാൻ ഫ്രീ ആയിട്ട് ചേച്ചി തന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം എന്നാണ് TJ ജോസഫ് പറയുന്നത്. അപ്പൊ TJ ജോസഫെ വേഗം സുന്ദരനടുത്തേക്ക് വിട്ടേരെ, മനസ്സിലായോ? സുന്ദരന്റെ ഭാര്യയും മോളും ഒക്കെ നിനക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ഓടിച്ചെല്ലും മോനെ. ബിനു സുന്ദരം നിനക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ബിനു സുന്ദരൻ മൊത്തത്തിൽ ഇപ്പോൾ ഭീമുള്ള കണ്ടി തൽഹത്തോ, ഞാൻ വിചാരിച്ചു തള്ളാകൂന്നായിരിക്കും എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഭീമുള്ള കണ്ടിയോ? അതെന്താടാ? അതെന്ത് കണ്ടിയാടാ ഭീമുള്ള കണ്ടി? ഭീമുള്ള കണ്ടിയോ? എന്തൊക്കെ പേര്! ആരാണൊരു കമന്റ് ഇട്ടിട്ട് ഓടിക്കളഞ്ഞേ? ആരാണ് ഓടി ഒളിക്കരുത്. ഡോണ്ട് ഡു യാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഒരിടത്തും പോയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഓടി ഒളിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഓടി ഒളിക്കാൻ പാടില്ല സഹോദരങ്ങളെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ഓടി ഒളിക്കാൻ പാടില്ല. നമ്മുടെ സുന്ദരം പോയോ? ബിനു സുന്ദരം പോയോ? അയ്യോ പാവം. ഇപ്പൊ ഏതെങ്കിലും ആ ആംബുലൻസിനെ ഒന്ന്, ആ നിലവിളി ശബ്ദം ഒന്ന് ഇടൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിനു സുന്ദരം ആ നിലവിളി ശബ്ദത്തിന്റെ പുറകെ ഓടിയിട്ടുണ്ട്. ബിനു സുന്ദരത്തിന് ഈ വഴി അത്ര പോരാന്ന് തോന്നുന്നു അല്ലേ? ബിനു സുന്ദരം ഈ വഴി അങ്ങനെ പരിചയമില്ല എന്ന് തോന്നുന്നു.
അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല കേട്ടോ. നമ്മുടെ വഴി ഏം വഴി, തനി വഴി, വഴിയല്ല വഴി. ഓക്കെ. ബിനു സുന്ദരത്തിന് കമന്റ് മുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ, കാരണം ബിനു സുന്ദരത്തിന്റെ കമന്റ് അങ്ങ് ഓടിക്കിടക്കുകയാണ്. അതുകൊണ്ട് കമന്റ് മുക്കാൻ പറ്റില്ല ബിനു സുന്ദരൻ. അപ്പൊ ഏം വഴി, തനി വഴി. അപ്പൊ ഈ വഴിയിൽ വന്ന് കുറുക്ക് കയറിയാൽ എന്ത് സംഭവിക്കും? അടി കൊള്ളുക, ഏറിൽ കയറുക, ഓടിപ്പോകുക. ഇത്ര മാത്രമേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ എന്ത് ചെയ്യുക, എന്റെ പേജിൽ വന്നിട്ട് സംസാരിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുടുംബത്തോടെ കൂടെ എല്ലാരെയും കൂടി ഒരുമിച്ച് എല്ലാവരുടെ മുമ്പിലും പരിചയപ്പെടുത്തി ഒന്ന് പോകേണ്ടി വരും. അപ്പൊ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അത് എയറിൽ കയറാനുള്ള ഫ്രീ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും കയറി വരാം, എയറിൽ പോകാം. ആർക്ക് വേണമെങ്കിലും കയറി വരാം, എയറിൽ പോകാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ അവസരത്തിൽ എയറിൽ കയറാനുള്ള ടിക്കറ്റ് ചോദിച്ചു വാങ്ങുവിൻ. ഇവിടത്തിൽ உங்களுக்கு தேவையானதை കേട്ടു വാങ്ങുവിൻ. പിടികിട്ടിയോ? ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുവിൻ. ബിനു സുന്ദരം സുന്ദരം, നിന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ പോയി. എഴുന്നേറ്റോ ആംബുലൻസിൽ നിന്ന്? പിന്നെ സ്ട്രക്ചറിൽ കിടക്കുമ്പോഴാണോ ഈ ഡയലോഗ് അവസാനമായിട്ട്? നമ്മുടെ ബറാബാസിന്, നമ്മുടെ സീസറിന്റെ അടുത്ത്, സീസറിന്റെ അടുത്താണോ? നമ്മുടെ സീസർ ആരെ നോക്കി പറയും? സീസറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന്റെ പേരുണ്ടല്ലോ പ്രിയ സഹോദരങ്ങൾ, അവന്റെ പേരെന്താണ്? സീസറിന്റെ നെഞ്ചത്തോട്ട് കുത്തുന്ന ഒരുത്തന്റെ പേരുണ്ടല്ലോ. അവനെ നോക്കിയിട്ട് നമ്മുടെ സീസർ ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. എനിക്ക് വയ്യ ഡയലോഗ് പറയാനായിട്ട്. ആ സീസറിന്റെ കൂടെയുള്ള കൂട്ടുകാരന്റെ പേരെനിക്ക് കിട്ടണം. നമ്മുടെ സീസറിന്റെ നെഞ്ചത്തോട്ട് കുത്തുന്ന സമയത്ത് അവൻ ചോദിക്കും ഒരു ചോദ്യം, നീയും ബ്രൂട്ടസ്, നീയുമോ എന്ന് ചോദിക്കുന്നത് പോലെയുണ്ട് മകനെ നിന്റെ ചോദ്യം കേട്ടപ്പോൾ. നിന്നെ എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോൾ പോയി. അയ്യടാ കഷ്ടം. എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയൊരു ചരക്കിറങ്ങിയിരിക്കുന്നത്. എടാ പോടാ ഊളെ. അടി വാങ്ങിച്ച് ഇരന്ന് കിടന്ന് കരയുമ്പോഴും നിന്റെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, സീസർ ബ്രൂട്ടസിനെ നോക്കി പറയുന്നത് പോലെയുണ്ട്. ബ്രൂട്ടസ്, നീയും എന്റെ നെഞ്ചത്തും മുതുകത്തും കത്തി ഇറക്കി കുത്തിയ നിന്നെ ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു, ഞാൻ ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മയ്യത്താകാൻ പോകുകയാണ് ബ്രൂട്ടസ്. പിന്നെ സുന്ദര, എടാ ഭ്രാന്ത, പോടാ പോയി ആ സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേക്കാനുള്ള വഴി നോക്ക്. പിന്നെ വന്ന് ഇവിടെ കിടന്ന് കാരാ വന്നിരിക്കുന്നു. ബ്രൂട്ടസ് നീയുമോ എന്ന് ചോദിച്ചോണ്ട്. എനിക്ക് വൈവന്മാരെ ചിരിപ്പിച്ചു പോലെ. എനിക്ക് ഈ ലൈവിൽ വരുമ്പോ സത്യം പറഞ്ഞ ഈ ലൈവ് ഒരു കോമഡി ലൈവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ്യന്മാർ. ഏറി കയറി അവസാനം എന്റെ ലൈവ് ഞാൻ തന്നെ ഉണ്ട് ഇരുന്ന് കണ്ട് ചിരിക്കേണ്ട. കോമഡി സിനിമകൾ എനിക്കിനി കാണണ്ട. എനിക്ക് എന്റെ ലൈവ് തന്നെ വന്നിരുന്ന് കണ്ടാൽ മതി. വയറ് നിറയെ ചിരിക്കാനുള്ള വകയൊക്കെ ഉമാർ ഒപ്പിച്ചു തരുന്നുണ്ട് ലൈവിൽ കയറി വന്നിട്ട് ഡയലോഗ് ഇട്ടാണല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ബ്രൂട്ടസ് നീയും. അയ്യോ അയ്യോ. ജീൻസ് സ്റ്റൈൽ കൊടുത്ത മറുപടി നോക്കി, അച്ചോടാ വിഷമിക്കല്ലേ, തിരിഞ്ഞു നോക്കാതെ പോകണേ, ഇല്ല തെന്നി വീഴും. അയ്യോ എനിക്ക് ഇവന്മാരെന്നെ ചിരിപ്പിച്ച് കൊല്ലും കർത്താവേ. ഈ ലൈവിൽ വരുമ്പോ തന്നെ ഇവന്മാരെന്നെ ചിരിപ്പിച്ച് കൊല്ലാൻ വേണ്ടി കുറേമാര് ലൈവില് ഒന്ന് കമന്റ് ഇട്ട് അടിയും മേടിച്ചോണ്ട് പിന്നെ ഇരുന്നൊരു കരയുന്നൊരു കരച്ചിലുണ്ട്. പോയിനടാ, പോടാ 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 വിവരം കെട്ടവന്മാരെ, അടി മേടിക്കാതെ.
പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു പോലെ, പിന്നെ എന്റെ പ്രണയം വേണം ഇവിടെ. അയ്യോ അയ്യോ ബിനുവേ പോകല്ലേ, അയ്യോ ബിനുവേ പോകല്ലേ, അയ്യോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് വരുന്ന കേണപേക്ഷിച്ച് എന്നെ ഒന്ന് ഏറിൽ കയറ്റു റീന എന്ന് ചോദിക്കുന്നവരെ ഒന്നും നമ്മൾ വെറുതെ വിടാറില്ല. വെറും കൈയോടുകൂടി ഇവിടുന്ന് ആരും പോകാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നല്ലവനുക്ക് റമ്പ നല്ലവൻ, അന കേട്ടവനുക്ക് റമ്പ റമ്പ കേട്ടവ. മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നല്ലവനുക്ക് റമ്പ നല്ലവൻ, അണ കെട്ടവനുക്ക് റമ്പ 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 കെട്ടവ. പിടികിട്ടിയല്ലോ? അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നാളെ ഞാൻ ലൈവ് വരുന്ന സമയത്ത് കുറച്ച് ദൈവവചനത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട്. ഇതിന്റെ പേരറിയാമോ? ഇതിന്റെ പേര് കൊക്ക കോള എന്നാണ്. അപ്പൊ ഈ കൊക്കക്കോളയ്ക്ക് ഈ കൊക്കക്കോളയെ നമ്മൾ തല തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് അതിനെ അറബിക് വെർഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേര് നോ മുഹമ്മദ് നോ മക്ക എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ കൊക്കക്കോളയുടെ എഴുത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തല തിരിച്ചു വെച്ചാൽ അറബിക്കിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ വേർഡിന്റെ അർത്ഥം. നോ മുഹമ്മദ് നോ മക്ക. മനസ്സിലായോ? അപ്പൊ നോ മുഹമ്മദ് നോ മക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോ മുഹമ്മദ് ഒരു നോ മക്ക. അപ്പൊ നമുക്ക് മുഹമ്മദും ഇല്ല മക്കയുമില്ല. അപ്പൊ ഓരോ കൊക്കക്കോളയുടെ ഓരോ ബോട്ടില് ഈ ഓരോ കൊക്കക്കോളയും നിങ്ങൾ കുടിക്കുമ്പോൾ അതിന്റെ ഒരു സിപ്പ് അടിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വാക്കെന്താണ്? നോ മുഹമ്മദ് നോ മക്ക. മുഹമ്മദുമില്ല മക്കയുമില്ല, മുഹമ്മദുമില്ല മക്കയുമില്ല, മുഹമ്മദുമില്ല മക്കയുമില്ല. റീജ സജീവിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബിനു സുന്ദരം എനിക്ക് കമന്റ് ഇട്ടിരിക്കുകയാണ്, നിന്നെ എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോൾ പോയെന്ന്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ചൊറിഞ്ഞ വായി ഇഷ്ടമല്ലടാ, ചൊറിഞ്ഞ വായാൽ നീ അടിക്കൊണ്ടല്ലേ മോനെ, പോടാ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ചൊറിഞ്ഞ വായി ഇഷ്ടമല്ലടാ, ചൊറിഞ്ഞ വായാൽ അടിക്കൊണ്ടു മോനെ, പോടമോനെ പോടമോനെ പോടമോനെ. അപ്പം നമ്മുടെ ബിനു സുന്ദരം സമാധാനമായോ? എന്നാ മോൻ ചെല്ല് വഴി കുത്തിയിരിക്കാതെ എണീറ്റ് പോ ചെറുക്ക പാ. അയ്യോ സഹോദരങ്ങളെ, അങ്ങനെ സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു ശബാത്ത് ദിവസം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഈ സമയത്ത് ഒരു സന്തോഷം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഈ സാത്താനെ ഏറിക്കയറ്റി അടിക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. പിശാച് അവൻ ഈ കൊതമത് എന്ന് പറയുന്ന ഈ തള്ളാഹു എന്ന് പറയുന്ന വ്യാജ പ്രവാചകൻ, അവൻ എതിർ ക്രിസ്തു തന്നെയാണ്. മനസ്സിലായോ? അവൻ സാത്താൻ തന്നെയാണ്, തനി സാത്താനാണ്. അതവന്റെ പുസ്തകത്തിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ പുസ്തകം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ബിനു സുന്ദരം കാണുന്നവരെല്ലാം തെറി വിളിച്ച് നടന്നോ? എടാ പോടാ ചൊറിഞ്ഞവനെ, ചൊറിഞ്ഞ് അടി വാങ്ങിച്ചിട്ട് പറയാവേ. കാണുന്നവരെ എന്റെ പേജിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അടി കൊണ്ട് ഇരന്ന് അടി വാങ്ങിച്ചത് നീ ഒത്തന്നെ അല്ലേടാ ഉള്ളു കൂതറേ. നീ ഇവിടെ ഉണ്ടോ? വിനുസുന്ദരമേ, നീ കാണുന്നവരെ കൂട്ടാതെ ഈ കൂട്ടത്തിൽ അടി കൊണ്ട് ഇറന്ന് അടി വാങ്ങിച്ചത് നീ ഒറ്റൊരുത്തനാ, അല്ലാതെ കാണുന്നവരൊന്നും അടി വാങ്ങിച്ചിട്ടില്ല. കാണുന്നവരെല്ലാം മാന്യന്മാരെ പോലെ കണ്ട് അവരവരുടേതായ പാട്ടിൽ പോകുന്നുണ്ട്. കാണുന്നവരെ ആരെയും തെറിയും വിളിക്കുന്നില്ല. ഈ ചൊറിഞ്ഞ് അടി മേടിക്കുന്നവന്മാർക്കേ അടി കിട്ടുന്നുള്ളൂ. നിന്നെപ്പോലെ ചൊറിയാൻ വരുന്നവനല്ലോ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ ചൊറിഞ്ഞ വായി ഇഷ്ടമല്ലടാ. മനസ്സിലായോ? നിന്റെ ചൊറിഞ്ഞ വായിക്കാണ് ഇപ്പൊ കിട്ടിയത്. പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് ഇനി പോലെ ചൊറിയാൻ പോകരുത്. പോയാൽ മറ്റുള്ളവർ ചിലപ്പോൾ മിണ്ടായിരിക്കും. മനുഷ്യൻ റീനടുത്ത് വന്ന് ചൊറിഞ്ഞാൽ അടിക്കുന്ന അടിയില് ഭാര്യയുടെയും മോളുടെയും കൊതം പൊട്ടി തെറിച്ചിട്ട് പിന്നെ ഏറിൽ കിടന്നിന്റെ ഭാര്യയുടെ കൊതത്തെ ഇങ്ങനെ പിറക്കി എടുക്കേണ്ടി വരും. ഭാര്യയുടെയും മോളുടെയും കൊതത്തെ. പറഞ്ഞ മനസ്സിലായോടാ ബിനു സുന്ദറാമേ?
പറഞ്ഞ മനസ്സിലായോ? ഭാര്യയുടെയും മോളുടെയും കൊതം പിന്നെ ഏറിൽ കിടന്നതിന് എന്ത് ചെയ്യേണ്ടി വരും? പിറക്കി എടുക്കേണ്ടി വരും, പിറക്കി. അതിന് വല്ല ആവശ്യമുണ്ടോ മോനെ ബിനു സുന്ദരമേ? ഡോണ്ട് ഡു യാ, കേട്ടോ? അങ്ങനെ പോയി ഇരന്നടി വേങ്ങിക്കരുത് ചുമ്മാ. അങ്ങ് വന്നിരിക്കുക. ഭാര്യയുടെയും മോളുടെയും കൊതം ഏറിൽ കയറ്റിയിട്ട് അതിനെ പിറക്കിയെടുക്കാൻ വല്ല വഴിയുമുണ്ടോ റീന എന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. സുന്ദരമായ ഈ രണ്ട് മുഖങ്ങളെയും കണ്ടില്ലേ? ബിനു സുന്ദരം. നിനക്ക് ആരാടാ ഈ പേരിട്ടിരിക്കുന്ന ബിനു സുന്ദരം എന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ വളിച്ച മോന്തയായി പോയില്ലേ നിനക്ക്? സുന്ദരമൊക്കെ പോയല്ലോ നിന്റെ. ആര് ചൊറിഞ്ഞുന്നോ? നീ ചൊറിഞ്ഞ നിനക്ക് മനസ്സിലായില്ല? ഓ, ഇവന്റെ ഭാര്യയുടെയും മോളുടെയും കൊതമൊന്ന് ഏറിൽ കയറ്റി തരുമോ റീന എന്ന് പറഞ്ഞ് അവൻ ചൊറിഞ്ഞത് മറന്നുപോയി. അപ്പൊ അമ്നേഷ്യയുള്ള കൂട്ടത്തിലല്ലേ ബിനു സുന്ദരം? കുറച്ച് മനസ്സിലായോ? ബിനു സുന്ദരം അമ്നേഷ്യ ഉള്ള കൂട്ടത്തിലാണ്. ചൊറിഞ്ഞത് മറന്നുപോയി പോലും. അത് അടി കൊണ്ടപ്പോ മറന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഗജനി സിനിമയ്ക്കകത്ത് നമ്മുടെ സൂര്യക്ക് അടി കൊണ്ടതിന് ശേഷം എല്ലാം മറന്നുപോയതുപോലെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ആഘാതം കാരണം പാവം മറന്നുപോയതായിരിക്കും കൊണ്ടത്. കിളി പോയിരിക്കുമോ? കൊണ്ടടി കിളി മാറിയിരിക്കുമോ? നമ്മുടെ ബിനു സുന്ദരം ഇപ്പോൾ ഗജനി സിനിമ നായകനെ പോലെ ആയി എന്ന് വേണം പറയാനായിട്ട്. ആ വളിച്ച ചിരി കാണുമ്പോ തന്നെ അറിയാം കൊതം വിറ്റ് ജീവിക്കുന്ന നായിന്റെ മോന് അങ്ങ് ഇറങ്ങിയിരിക്കുക. ബിനു സുന്ദരം എന്ന് പേരിട്ടിട്ട്. വിവരം കെട്ടവനെ. ആര് ചൊറിഞ്ഞു പോലും? ചൊറിഞ്ഞതൊക്കെ മറന്നുപോയോ? എന്നാ പഴയ കമന്റ് പോയി നോക്കുന്നേ. ചൊറിഞ്ഞ കമന്റ് എന്താന്ന് പറഞ്ഞു പോയി നോക്കുന്നേ. ഭാര്യയുടെയും മോളുടെയും കൊതം കച്ചവടം ചെയ്യാമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ലേ നീ ചൊറിയാൻ വന്നേ? ഓ, ഇപ്പൊ വട്ടുവായോ നിനക്ക്? വട്ടായത് കൊണ്ടാടാ ചൊറിഞ്ഞ അടി മേടിക്കുന്ന വിവരം കെട്ടവനെ. വേറെ വല്ലവരും അടി മേടിക്കുന്നുണ്ടോ ഇതുപോലെ നിന്നെ പോലെ? എന്റെ ഭാര്യയുടെയും മോളുടെയും കൊതം ഒന്ന് കച്ചവടം ചെയ്തു തരുമോ റീന എന്ന് നീ ചോദിച്ചതുപോലെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതേണ്ട് രണ്ടാമത് നീ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്കതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിനക്ക് ചൊറിഞ്ഞടി മേടിക്കുന്ന കാര്യത്തിനകത്ത് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട്. അത് ഇതാണ് നമ്മുടെ ബിനു സുന്ദരം. മനസ്സിലായോ പ്രിയ സഹോദരങ്ങളെ? 4.1K ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ബിനു സുന്ദരത്തിന്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബിനു സുന്ദരത്തിന്റെ സുന്ദരമായ കുടുംബം എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് കൊതം കൊടുത്ത് ജീവിക്കുന്ന ഭാര്യയും മോളും. ഒന്ന് നോക്കിയേ നിങ്ങള്. സൂപ്പർ. ദാ കൊതം കൊടുക്കാനും വാങ്ങിക്കാനും എല്ലാവരും റെഡിയാണ്. കണ്ടോ? ഒന്ന് നോക്കിക്കോണേ. ഇവരാണ് നമ്മുടെ ബിനു സുന്ദരത്തിന്റെ കുടുംബവും ഗോത്രവും ഒക്കെ. ആഹാ, ഓഹോ ഹോ 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 ഹോ. ഇതാരടാ? ബിനു സുന്ദരമോ? അപ്പൊ ഇവന് വട്ട് തന്നെ. എന്റെ സഹോദരങ്ങളെ, ഇവൻ കുറച്ച് ദിവസം ഊളംപാറയിൽ കിടന്നപ്പോ ഉള്ളതാണ് ഈ ഫോട്ടോ എന്ന് തോന്നുന്നു കേട്ടോ. ഇവൻ കുറച്ച് ദിവസം ഊളംപാറയിൽ കിടന്നപ്പോ ഉള്ള ഫോട്ടോയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് ഊളംപാറയിൽ നിന്ന് അവൻ പുറത്തിറങ്ങി വന്നതിന് ശേഷം വീട്ടുകാർ വെട്ടി വൃത്തിയാക്കി കൊടുത്ത ഫോട്ടോയായി ഈ ഫോട്ടോ. അപ്പൊ സത്യത്തിൽ വട്ട് തന്നെയായിരുന്നു. കഞ്ചാവടിച്ച് കിറങ്ങി നടന്നപ്പം ഊളംപാറയിൽ കിടന്നപ്പം വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇപ്പം ഒരു വഴിക്ക് എങ്ങനെയൊക്കെ റെഡിയാക്കിയത്. അതുകൊണ്ടാണ് ഓടി നടന്ന് എന്ത് ചെയ്യുന്നത്, അടി മേടിക്കുന്നത് ബിനു സുന്ദരം. ആഹാ, എന്ത് നല്ല സുന്ദരമായ മോന്ത. ഇവിടെ കിടന്ന് നാർന്ന നാറ്റം കണ്ടോ? ആഹാ, ഇത് കണ്ടാലേ അറിയാം എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ. എവിടെയോ എന്തോ ഒരു തകരാറ്. അടി മേടിച്ച് നാറാൻ വേണ്ടി. ഓ, മലപ്പുറത്ത് മുസ്ലിമോ കോട്ടയത്ത് ക്രിസ്ത്യാനിയോ അല്ലാത്തൊരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് വരെ മതേതര കേരളം എന്ന തള്ള് ഞാൻ അംഗീകരിക്കില്ല. ഓ, മലപ്പുറത്ത് മുസ്ലിമോ? പിന്നെ മലപ്പുറത്ത് മുസ്ലിം അല്ലാതെ നിന്റെ എന്തുവാ ഭാര്യയുടെ കൂടെ കൊതം കൊടുക്കുന്നവനാണോ ഓരോ ദിവസവും ജയിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരം കെട്ടവനെ.
മലപ്പുറത്ത് മുസ്ലിമോ കോട്ടയത്ത് ക്രിസ്ത്യാനിയോ അല്ലാത്തൊരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് വരെ മതേതരം എന്ന് കേരളം തള്ളു. അയ്യോ, കോട്ടയത്ത് ആരാ മോനെ ജയിക്കുന്നത്? കോട്ടയത്ത് തുലുക്കന്മാരൊന്നും ജയിക്കാറില്ലേ? ഇപ്പൊ പൂനാറിൽ ആരാ ജയിച്ചു കയറിയത്? വിവരം കെട്ടവനെ. ശ്രീനാഥ് പാസിയുടെ കൂടെയൊക്കെ അപ്പൊ ഇവന് കഞ്ചാവിന്റെ പരിപാടി ഉണ്ടെന്നായിരിക്കും മനസ്സിലായി. രണ്ടും കഞ്ചാവ് കേസുകളാ. ഇതേ നോക്കിയേ, ഷൈൻ ടോം ചാക്കോ, ആഹാ നല്ലൊരു കഞ്ചാവ് കേസ്. പിന്നെ ശ്രീനാഥ് പാസി പറയണ്ട, ഇതും ഒരു കഞ്ചാവ്. അപ്പൊ ഈ രണ്ട് കഞ്ചാവുകളുടെയും കൂടെ ഇരുന്ന് കഞ്ചാവ് അടിച്ച് കിറങ്ങിയപ്പോഴായി എന്റെ പേജിൽ വന്നൊന്ന് ഏറി കയറണമെന്ന് തോന്നിയത്. ശ്രീനാഥ് പാസിയെ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കഞ്ചാവ് അടിച്ചതിന്റെ കുഴപ്പമാണ് എന്റെ പേജിൽ വന്ന് ഇവൻ ഏറി കയറുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, നല്ല കൂട്ടുകാര്. ആഹാ, പറ്റിയൊരു കഞ്ചാവ്. ഇത് 1.5 കഞ്ചാവ്, ഇത് അതിനേക്കാളും വലിയ കഞ്ചാവ്. ഈ രണ്ട് കഞ്ചാവുകളുടെ കൂടെയും കയറി കഞ്ചാവ് അടിക്കാനും MDM അടിക്കാനും പോയ ഇവൻ കിറങ്ങിയല്ലാതെ ഇവന് എങ്ങനെ പോകും? ഇവന് പിന്നെ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ചുമ്മാതെയല്ല ഇവൻ കിടന്നാറുന്നത്. കഞ്ചാവ് കേസ്. ദേ, എവിടത്തെയോ ഒരു ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ദേ, കുടുംബമായിട്ട് തന്നെ ഉണ്ടല്ലോ. എല്ലാവരും കുടുംബമായിട്ട് ഏറിൽ കയറാൻ റെഡിയായി വന്നതാണോ? പിന്നെ ഇഷ്ടമായിരുന്നു പോലെ. എനിക്കിഷ്ടമല്ലടാ വിവരം കെട്ടവനെ. എന്നോട് നല്ല രീതിക്കാണെങ്കിൽ ഞാനും തിരിച്ച് നല്ല രീതിക്കാ. ഇവന്റെ കുടുംബ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയം പോകും വെറുതെ. അപ്പൊ ഇമ്മിണി വലിയ കഞ്ചാവൊന്നും അല്ലേ ഈ കഞ്ചാവ്. ഇത് വല്ലാത്തൊരു കഞ്ചാവാ. ചൊറിഞ്ഞടി മേടിക്കാൻ വേണ്ടി വരുന്ന കഞ്ചാവ്. മനസ്സിലായോ? ആ കഞ്ചാവിന്റെ വലിയൊരു വെർഷനാണ് ബിനു ശുന്നറം. ശുന്നറം ശുന്നറം. വിവരം കേട്ടവൻ വന്ന് ചോറിന് അടി മേടിച്ചിട്ട് വന്ന് ഡയലോഗ് ഇടുക. അവന്റെ കമന്റുകളെല്ലാം കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. നായിന്റെ മോന്റെ എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നിരുന്നിട്ട് ഇവിടെ നിന്ന് കരയുക. ഏങ്ങലടിച്ച് കരയുക. ഒന്നും അറിയാത്തവനെ പോലെ വന്നിരുന്നിട്ട്. വിവരം കെട്ടവൻ. പോടാ വിവരം കെട്ടവനെ. ഒന്ന് എന്റെ മുമ്പിൽ വന്ന് വീണ് ചാടി അടി കൊണ്ട് ചാകാതെ. പോയോ? പോയത് നന്നായി. ഇല്ലെങ്കിൽ വീണ്ടും അടി വാങ്ങിക്കും. പോയതാണ്, ആംബുലൻസിൽ കയറി പോയവനാ. അടി വാങ്ങിച്ച് പോയവനാ. പിന്നെയും വന്നിട്ട് ഇരുന്ന് നരങ്ങി കരയുക. നരങ്ങി കാത്തിരിക്കും ബിനുവേ നീയടി വാങ്ങാറായി. കുറുകി നരങ്ങി കാത്തിരിക്കും. ബിനു എന്തായാലും പോയത് ഇപ്പോഴെന്തെങ്കിലും നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ ബിനു ഏറിൽ നിന്നും താഴോട്ട് ഇറങ്ങത്തില്ല. ബിനു ദയവ് ചെയ്ത് മനസ്സിലാക്ക്. ഞാൻ നല്ലവർക്ക് നല്ലവർ തന്നെയാണ്, കെട്ടവന് രണ്ട കെട്ടവനാണ്. എന്നോട് വന്ന് കമന്റ് ചൊറിഞ്ഞ വിട്ടാൽ ഞാൻ തിരിച്ചെന്ത് ചെയ്യും? തരും. പിന്നെ ഇരുന്ന് ബിനു സുന്ദരം കണ്ണട വെച്ച് എല്ലാവരെയും തെറി വിളിച്ചാണ് അടി മേടിച്ചെന്നല്ലേ. ബിനു സുന്ദരം പറയാണേ, ഞാൻ കണ്ണടച്ചിരുന്നുകൊണ്ട് എല്ലാരും തെറി. അതുകൊണ്ടാണ് നീ എപ്പോഴും കണ്ണാടി വെച്ച് കിടക്കുന്നത്. നീ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ടാ. മനസ്സിലായോ? പോയിട്ടില്ലെങ്കിൽ വീണ്ടും അടി കൊള്ളും. അത്രേ ഉള്ളൂ. കണ്ണടച്ച് എല്ലാരെയും തെറി വിളിച്ചാണ് പരിപാടിയെന്ന്. അവൻ കണ്ണടച്ചിരുന്നു കൊണ്ടാ തെറി വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കണ്ണട വെച്ച്. ആരും കാണാത്തൊരു പൊട്ടനാണേ ഞാൻ. അടികൊണ്ടടി ഏറിൽ കയറുന്നവനാണ് ഞാൻ. അടികൊണ്ടടി ഏറിൽ കയറുന്നവനാണ് ഞാൻ. ആരും കാണാത്തൊരു പൊട്ടനാണ് ഞാൻ. കണ്ണട വെച്ച് കണ്ടോ, തെറി വിളിക്കുമ്പോഴെല്ലാം കണ്ണട വെക്കാറുണ്ടെന്ന് നമ്മുടെ ബിനു ശുണ്ടരം പറയുകയാണ്.
ഞാൻ തെറി വിളിക്കുമ്പോഴെല്ലാം കണ്ണട വെക്കാറുണ്ട് റീന. കണ്ണട വെച്ചാണ് ഞാൻ തെറി വിളിക്കുന്നത്. അതാണ് എന്റെ കലാപരിപാടി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാടാ നീ ചൊറിഞ്ഞ് അടി മേടിച്ചത്. നിന്റെ കലാപരിപാടി എന്റെ അടുത്ത് നടക്കത്തില്ല എന്ന് മനസ്സിലായില്ലേ ബിനു സുന്ദരം? സുന്ദരമേ മനോഹരമേ, സുന്ദരമേ മനോഹരമേ. നിന്റെ കലാപരിപാടി ഇവിടെ നടക്കത്തില്ല, മനസ്സിലായോ? നീ കണ്ണട വെച്ച് തെറി വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്തോ. പക്ഷെ നീ കണ്ണട വെച്ച് വിളിച്ച തെറി കാരണം ഇപ്പൊ ഏറിൽ കയറി കിടന്ന് കരയുന്ന കരച്ചില് കണ്ടല്ലോ. എന്നാ ആ പുതപ്പിനടിയിൽ പോയിരുന്ന് മാറിയിരുന്ന് കരയടാ വിവരം കെട്ടവനെ. പോടാ പോടാ പോടാ. എടാ കുണ്ടാ, നീ കുണ്ടനായത് കൊണ്ടാടാ ഇതിനകത്ത് നിന്ന് അടി മേടിക്കുന്നത്. ഞാൻ ഓരോ ലൈവിലും എന്ത് ചെയ്യാറുണ്ട്, കുണ്ടന്മാർക്കുള്ള ഏറ്റവും നല്ല പുരസ്കാരം കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ബെസ്റ്റ് കുണ്ടൻ ആരാണ്, ഈ ലൈവിലെ ബെസ്റ്റ് കുണ്ടൻ ആരാന്ന്. കാരണം എന്റെ ലൈവിൽ വന്ന് മത്സരിക്കുന്നത് കുണ്ടന്മാരാണ്. നല്ല ആണുങ്ങളൊന്നും എന്റെ ലൈവിൽ വന്ന് എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ ചൊറിഞ്ഞ് അടിമേറിക്കാറില്ല. ഒത്തിരി ആണുങ്ങൾ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയില്ലടാ ലൈവ് വിവരം കെട്ടവനെ. എത്രയോ പേര് ലൈവിനകത്ത് വരുന്നു, അവരവരുടെ പാട് നോക്കി അവരവര് പോകുന്നു. പലരും കമന്റ് ഇടുന്ന സമയത്ത് അവർ ബോധിച്ചത് മാത്രം ഇടുന്നു. നിന്നെപ്പോലെ ചൊറിഞ്ഞ് അടിപേടിക്കുന്നുണ്ടോ? കുണ്ടന്മാരെ പോലെ ചെയ്യുന്നുണ്ട്. എടാ നീ കുണ്ടനായത് കൊണ്ടാണടാ നിന്റെ ഭാര്യയ്ക്കും മോൾക്കും കണ്ട ഉസ്താദുമാരുടെ കൊതം തിരക്കി പോകേണ്ടി വരുന്നത്. വിവരം കെട്ടവനെ, പറഞ്ഞ മനസ്സിലായോടാ? നീ കുണ്ടനായത് കൊണ്ടാ. നീ നേരാവണ്ണം ഒരാണായിരുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ചിന്ന ചുണ്ണിയില്ലേ അത് കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി സർജറിയും ചെയ്ത് വല്ലതും റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ റെഡിയാക്ക്. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, പെണ്ണായിട്ട് തന്നെ സർജറി ചെയ്ത് മാറുകുണ്ടാ. ബെസ്റ്റ് കുണ്ടന്മാർക്കുള്ള അവാർഡ് മേടിക്കാൻ ഇതിനകത്തോട്ട് കയറി നിറങ്ങാതെ പോ കുണ്ടാ. കുണ്ടൻ പരിപാടിയും വെച്ച് കുണ്ടൻ ഇറങ്ങിയിരിക്കുക. അല്ല, ഒന്നാം തരം കുണ്ടൻ. എനിക്ക് റീന അവാർഡ് തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നീ കുണ്ടൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാടാ ഈ ഫോട്ടോ തന്നെ. നീ കുണ്ടനായിരുന്ന സമയത്ത് നീ വലിയൊരു കുണ്ടനായിരുന്നപ്പം എടുത്ത ഫോട്ടോയാണത് ഈ ഫോട്ടോ. മനസ്സിലായോ? ലാസ്റ്റ് നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, ഈ കുണ്ടനെ കാണിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞപ്പോ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് മനസ്സിലായോ? നീ ഈ കുണ്ടനായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ ഈ ഫോട്ടോ. നീ കുണ്ടൻ എന്ന് പറഞ്ഞപ്പോൾ അവസാനം നിന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കുണ്ടൻ എന്ന് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തതാ, നിന്റെ മുടി വെട്ടി നിന്നെ റെഡിയാക്കി ഒന്ന് എടുത്തതാ. കുണ്ടനായിരുന്നപ്പോഴും എന്താ, അപ്പോഴും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയല്ലേ, കുണ്ടനല്ലേ. അപ്പൊ കുറച്ച് ആണിൻ്റെതും കുറച്ച് പെണ്ണിൻ്റെതും വെച്ചിട്ടുണ്ട്, രണ്ടും കൂടി മാച്ചാക്കി പോകാൻ വേണ്ടിയിട്ട്. ബെസ്റ്റ് കുണ്ടന്റെ അവാർഡ് നിനക്ക് തന്നെ കുണ്ടാ. കുണ്ടൻ കുണ്ടൻ സുന്ദരൻ. ബിനു സുന്ദരൻ നിനക്ക് പേരിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒരു പക്ക തികഞ്ഞ കുണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? നീ ബിനു സുന്ദരൻ എന്ന് പേരിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഒന്ന് പക്ക കുണ്ടനാണെന്ന് പറഞ്ഞിട്ട്. വിവരം കെട്ടവനെ, എത്ര അടി കൊണ്ട് നിനക്ക് നാണവും മാനവും ഉളുപ്പില്ലടാ വിവരം കെട്ടവനെ. ഇത്രയൊക്കെ അടി കൊണ്ട് കയറി നാറുമ്പോഴും ഒരു മുഖത്ത് മീൻചട്ടി കമത്തി വെച്ചിരിക്കുവാ അവൻ. മുഖത്ത് മീൻചട്ടി കമത്തി വെച്ചിരിക്കുക കുണ്ടം വന്നിട്ട്. എത്ര അടി കൊണ്ടാലും ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് നിന്ന് കരയാനായിട്ടുള്ളത് ഒരു കഴിവുണ്ടല്ലോ. മനസ്സിലായോ? എത്ര അടി കൊണ്ടാലും ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കരയാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അയ്യോ, സമ്മതിക്കണം. കുണ്ടൻ ബിനു സുന്ദരം. ഹാഷിർ മുഹമ്മദ്, അവന്റെ ഉമ്മാന്റെ നൈറ്റ് ഡ്യൂട്ടി ഉസ്താദിന്റെ വീട്ടിൽ കഴിഞ്ഞു എന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, ഒരു മിനിറ്റ്. നമ്മുടെ ഹാഷിറിനെ നമുക്ക് അവന്റെ ഉമ്മയെ ഒന്ന് പരിചയപ്പെടും. കുണ്ടന്മാരുടെ മത്സരത്തിന് വന്നിരിക്കുന്നത് ആരാ? അടുത്ത കുതമത് വന്നിട്ടുണ്ട്. ഹാഷിർ കൊതമത്. കാന്തപുരത്തിലെ വീട്ടിലെ നൈറ്റ് ഡ്യൂട്ടി എന്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞത്. കൊതംകൊടുപ്പ് പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് റീന ചേച്ചി? എന്നോട് ചോദിച്ചിട്ടാണ് ഓരോ ദിവസം നിന്റെ ഉമ്മാന്റെ കലാപരിപാടികൾക്ക് നീ ലിസ്റ്റ് എടുക്കുന്നത്. ആണോടാ ഹാഷിറെ? മക്കളെ, ഹാഷിർ കൊതമതിന്റെ പ്രൊഫൈൽ ഇങ്ങോട്ട് തരൂ. നമുക്ക് ഹാഷിർ കൊതമതിന് ഒരു മോഹം നമുക്ക് തീർത്തു കൊടുത്തേക്കാം. ഹാഷിർ കൊതമതേ, ഹാഷിർ കൊതമതേ, ഇപ്പോൾ തീർക്കാം കൊതമതേ. ഹാഷിർ കൊതമതിന്റെ മോഹം നമുക്ക് തീർത്തു കൊടുത്തേക്കാം. കാന്തപുരത്തിന്റെ വീട്ടിലുള്ള ഉമ്മയുടെ കൊതഭോഗം തീർന്നു റീന. ഇനി എന്റെ ഉമ്മ എന്താ ചെയ്യേണ്ടതെന്നാ എന്നോട് ചോദിക്കുന്നത്.
ഇനി നിന്റെ ഉമ്മ ചെയ്യേണ്ടത് നേരെ ഉസ്താദിന്റെ അടുത്തേക്ക് വിടാൻ പറ നിന്റെ ഉമ്മേനെ. വെളിച്ചെണ്ണയും കൊണ്ടുപോകാൻ പറയണേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കരമല്ല. വെളിച്ചെണ്ണ ഉസ്താദ്മാരുടെ അടുത്ത് വാങ്ങിച്ച് വെക്കാൻ പറയണേ. അല്ലെങ്കിൽ നീ വെളിച്ചെണ്ണ വാങ്ങിച്ച് മുടി നിന്റെ ഉമ്മയുടെ കൊതഭോഗം കാരണം. കേട്ടോ ഹാഷിർ കൊതമതേ? അതുകൊണ്ട് ആ കാര്യത്തിലൊരു തീരുമാനം വരുത്തിയാൽ നിനക്ക് കൊള്ളാം. പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബിനു സുന്ദരത്തിന്റെ വീട്ടിലോട്ട് പോകും. നിന്റെ ഉമ്മയെ കൊണ്ട് അങ്ങോട്ടും കൊണ്ട് കൊടുത്താൽ മതി. കറക്റ്റാ, രണ്ടുപേർക്കും പറ്റും. ഇത് ഇപ്പം ശരിയാക്കി തരാം. ഇതാണ് നമ്മുടെ ഹാഷിർ കൊതമത്. കണ്ടല്ലോ സഹോദരങ്ങളെ. അപ്പോൾ ഹാഷിർ കൊതമത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഉമ്മയുടെ കാന്തപുരത്തിന്റെ ലിത്തിൻ പറയൽ വേളിൽ ഒരു മിനിറ്റ് മോളെ, ആ ലിത്തിൻ പറയൽ വേളിനെ ഒന്ന് ഇങ്ങോട്ട് ഇതായിട്ടതാ. നിങ്ങളില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളില്ല, സാരമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കുണ്ടല്ലോ. നീ പറയൻ വേളിയോ പുലയൻ വേളിയോ എന്തു തന്നെ ആയിക്കോട്ട് പോട്ടെ. ഇതാണ് ലിത്തിൻ പറയൽ വേളി. ഇപ്പൊ ഭാര്യയ്ക്ക് എന്തുവാ കൊതഭോഗം നടത്തുന്ന സ്ഥിരം പരിപാടിയാ. കൂടെ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അതുകൊണ്ട് എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഭാര്യയുടെ കൊതഭോഗം നടത്തുന്നവന് കർത്താവെ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ആ ഒരു ഇത് കാരണം അവിടെ ഭാര്യയ്ക്ക് കൊതഭോഗം നടത്തി കൊടുക്കുന്നവന് നല്ല ആയുസ്സും ആരോഗ്യവും ശക്തിയും ബലവും കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയൻ വേളി എന്ത് ചെയ്യുന്നത്, ഈ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ, ഇവന്റെ ഭാര്യയുടെ കൊതഭോഗം നടത്തി കൊടുക്കുമ്പോൾ ഇവൻ ഒന്നാന്തരം പ്രാർത്ഥനയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. ഇതാണ് പറയൻ വേളി. ഇവനെ എന്തു പറഞ്ഞ കുണ്ടന്മാരുടെ മത്സരത്തിന് എന്നെ ചേർക്കുമോ ചേച്ചി എന്ന് ചോദിച്ചു വരിക. ഭാര്യയുടെ കൊതഭോഗം നടത്തി കൊടുക്കുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഭാര്യയ്ക്ക് നല്ല സുഖവും ശക്തിയും ബലവും കൊടുക്കണേ കർത്താവേ, എൻ്റെ ഭാര്യയുടെ കൊതത്തിലടിക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് മനസ്സിലായോ? ഇതേ ഹാഷിർ മുഹമ്മദ് വരുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ കൊതം ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. മനസ്സിലായോ? റോബിയെ പോടാ വിവരം കേട്ടവനെ. ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് സംസാരിക്കാനായിട്ട് ആദ്യം പഠിക്കുക, എന്നിട്ട് മതി ബാക്കി. മനസ്സിലായോ? അപ്പം എന്തുവാ പറയൻ വേളി പിടികിട്ടിയോ? ലിതിൻ പറയൻ വേളി. ലിതിൻ പറയൻ വേളി കമ്മ്യൂണിസ്റ്റ് ആണല്ലേ. അതുകൊണ്ട് കുറെ മുലകുടി സഹോദരന്മാർ വീട്ടിൽ കയറി നരങ്ങാൻ ഒത്തിരി സാധ്യത കൂടിയുള്ള വർഗമായത്. എടാ വിവരം കെട്ടവനെ ചൊറിഞ്ഞ് അടി വാങ്ങിക്കുന്ന സമയത്തിരുന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ട്. അതിന് നീ ചിരിയും കൂടി കമന്റ് ഇടുന്നു. സോനു, ഭാര്യയുടെ കൊതം പൊളിഞ്ഞ് കിടക്കുമ്പോഴും ചിരിക്കാനുള്ള നിന്റെ മനസ്സുണ്ടല്ലോ. അയ്യോ സമ്മതിക്കണം. ഇവളുടെ കൊതം പൊളിയാൻ വന്ന് എന്റെ ലൈവിൽ കമന്റ് ഇട്ടിട്ട് ഭാര്യയുടെ കൊതം പൊളിക്കാൻ വേണ്ടി എന്റെ കമന്റിൽ കമന്റ് ഇട്ടിട്ട് ചിരിക്കാനുള്ള നിന്റെ മനസ്സുണ്ടല്ലോ. ആഹാ തേങ്ങല് കാണുന്നുണ്ടല്ലോ ഇതിൻ മകനെ.
നിന്റെ ആ തിരിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആഹാ. ഏറിൽ കയറി അടിയും മേടിച്ച് ഭാര്യയുടെ കൊതവും പൊളിച്ചതിന് ശേഷം വന്നിരുന്ന് എങ്ങനെ കരയണമെന്നറിയാതെ അവൻ ഇന്ന് എന്ത് ചെയ്യുകയാണ്? എടാ, വിവരം കെട്ടവന്മാരെ ഉസ്താദുമാരുടെ കൊതത്തെ നീ ഒരു സഖാവായതുകൊണ്ടേ അറിയാം നിന്റെ വീട്ടിൽ മുലമുടി സഹോദരന്മാർ കയറി ഇറങ്ങി ഞരങ്ങുവാണെന്ന്. കണ്ടവന്മാർക്കെല്ലാം മുല കൊടുത്ത് ഇവളുടെ അവസ്ഥ എന്തായി തീരൂടാ? തൂങ്ങിയ മുല വെച്ചോണ്ട് ഇവക്ക് ഇരുന്ന് കഴിഞ്ഞാലേ തൂങ്ങിയ മുല വെച്ചോണ്ട് ഇവൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവക്ക് എങ്ങനെടാ ഊറിയെ തിരക്കി സ്വർഗത്തിൽ പോകാൻ പറ്റും? ഇവക്ക് കൂറിയാകാൻ പറ്റുള്ള യോഗ്യത ഉണ്ടാകുമോ എല്ലാവർക്കും ഇങ്ങനെ മുല കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാ? വിവരം കെട്ടവനെ ഒന്ന് അടിയും വാങ്ങിച്ച് ഭാര്യയുടെ കൊതവും പിന്നെ പരസ്യപ്പെടുത്തിയിട്ട് വന്നിരുന്നിട്ട് കിണിച്ചോണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അറിയത്തില്ലടാ വിവരം കെട്ടവനെ നീ കരയുകയാണെന്ന് പറഞ്ഞിട്ട്. പോടാ വിവരം കെട്ടവനെ. അടി വാങ്ങിച്ചത് ഒരുത്തൻ അടി വാങ്ങിച്ചിട്ട് എനിക്ക് നമ്പർ 1 ഇത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. ഹാഷിർ മുഹമ്മദേ, ആ ഹാഷിർ മുഹമ്മദിനെ ഒന്ന് ഇങ്ങിട്ടുതാ മക്കളെ നിങ്ങള്. ലിദിൻ പനയവേളിയിലല്ല, ഹാഷിർ മുഹമ്മദിനെ ഒന്ന് ഇട്ടുതാ. നിന്നെപ്പറ്റി ഇസ്രായേലിലുള്ള എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് അവർ പറഞ്ഞതെന്ന് എന്നെ കൊണ്ട് കൂടുതൽ നീ പറയിക്കണ്ട. ആണോ ഹാഷിർ മുഹമ്മദ്? നിന്റെ തള്ളയെക്കുറിച്ച് മലപ്പുറത്ത് ചോദിച്ചപ്പോൾ അവർ വലിയൊരു പറവടിയാണെന്നാണ് നാട്ടുകാർ മുഴുവനും പറഞ്ഞതുപോലെ. അത് നീ പറയണ്ട കേട്ടോ ഹാഷിർ മുഹമ്മദേ, മനസ്സിലായോ? ഹാഷിർ മുഹമ്മദേ, നിന്റെ തള്ളയെക്കുറിച്ച് ഹാഷിർ മുഹമ്മദിന്റെ തള്ളയെക്കുറിച്ച് മലപ്പുറത്ത് ചോദിച്ചപ്പോൾ നിന്റെ ഉമ്മ ഒരു പറവടിയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞത് മുഴുവനും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് മകനേ. കേട്ടോ ഹാഷിർ മുഹമ്മദേ? നാട്ടുകാർ മുഴുവനും ഹാഷിർ മുഹമ്മദിന്റെ ഉമ്മ ഒരു പറവടിയാണെന്ന് പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ? ഇതാണ് ഹാഷിർ മുഹമ്മദ്. നാട്ടുകാർ മുഴുവനും ഉമ്മ പറവടിയാണെന്ന് പറയുന്ന കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ റീന ചേച്ചി പറയണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു വന്നൊരു മോനാണ് ഹാഷിർ മുഹമ്മദ്. കൊണ്ടുപോകാനൊന്നുമില്ലാത്ത ഈ ലോകത്ത് ഹൂറികൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കളങ്കമില്ലാത്ത സ്നേഹം സാഹോദര്യം എന്നും എപ്പോഴും ആരോട്? ഹൂറികളോടോ? കളങ്കമില്ലാത്ത സ്നേഹവും സാഹോദര്യം ആരോടാണ്? ഹൂറികളോടാണോടാ വിവരം കെട്ടവനെ? ഹാഷിർ മുഹമ്മദിനെ കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് എന്തു കൊടുത്തു പോകാന്ന്? ഹൂറികളോട് പ്രത്യേക സ്നേഹം കൊടുത്തു പോകാന്ന്. ഓ, ഇസ്രായേൽ നിനക്ക് സുഹൃത്തുക്കളോ? അതൊന്നൊന്നര സുഹൃത്തുക്കളാണല്ലോ. എടാ വിവരം കെട്ടവനെ, വിനോദ് കുമാറെ ആദ്യം പോയി സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്ന് ഒരു കമന്റ് ഇട്. എന്നോട് വന്ന് സംസാരിക്കാൻ നിന്റെ വായിൽ വരുന്നത് അതുപോലെ മറുപടി പറയാൻ കഴിയാനിട്ടില്ല. ലിദിൻ പറയൻവേളി പറഞ്ഞു നോക്കടാ വിവരം കെട്ടവനെ. ഭാര്യയുടെ കോതം ഇറാന്റെ മിസൈലിനകത്ത് കയറ്റി അടിച്ച് ഞാൻ പൊളിക്കും. പറഞ്ഞ മനസ്സിലായി? എന്റെ കമന്റ് ബോക്സിൽ വന്ന് തോന്നിവാസം എഴുതിയിട്ട് നീയൊക്കെ ഇവിടുന്ന് പോകും നീ വിചാരിച്ചോ? ലിദിൻ പറയനെ വേളി. എടാ, നിന്റെ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ നിന്നെ പേർ വിളിച്ചോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ചൊറിയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഇത് എന്റെ ലൈവിൽ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്ന മുലകൂടി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ വിവരം പഠിക്കും. പറഞ്ഞ കേട്ടോടാ പറയനെ വേളി. പറഞ്ഞ മനസ്സിലായോ? പിന്നെ അടി കൊണ്ട് പൊളിഞ്ഞ് കൊതവും പൊളിഞ്ഞ് നീ ഇവിടെ കിടന്ന് പിന്നെ കരയും, ഉരുണ്ട് കിടന്ന് കരയും. നിന്റെ ഒരു പട്ടിച്ചിരി ഉണ്ടല്ലോ, നീ കമന്റ് ഇട്ടപ്പോൾ ചിരിച്ചു വെച്ചല്ലോ, അതൊക്കെ കരച്ചിലാണെന്ന് നാട്ടുകാർക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. അതുകൊണ്ട് പോയി മാറി ഇരുന്ന് എന്ത് ചെയ്യും? നല്ല വൃത്തിയാണ് പുതപ്പിനടിയിൽ പോയിരുന്ന് കര. ഇസ്രായേലി കൂട്ടുകാരന്മാരുണ്ട് പോലും ഹാഷിർ മുഹമ്മദിന്. അതെ, ഇസ്രായേലിൽ നിനക്ക് കൂട്ടുകാരൻ വന്നിട്ട് ഉമ്മയ്ക്ക് കൊതം കൊടുക്കുന്നവന്മാരൊക്കെ കാണുമായിരിക്കും. നിന്റെ ഉമ്മയുടെ കൊതഭോഗം നടത്തി കൊടുക്കുന്നവന്മാരൊക്കെ ഇസ്രായേലിൽ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ നിനക്ക് കൊതം തരുന്ന കുറെ പെണ്ണുങ്ങൾ ഇവിടെ കാണുമായിരിക്കും. അല്ലാതെ ആരായിരിക്കും നിനക്ക് വേണ്ടി സംസാരിക്കാൻ? എടാ കോയ, എടാ ഹാഷിർ മുഹമ്മദ് കോയ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ പിന്നെ ആര് വരും? കോയ, ഓട് കോയ, രണ്ടാം വഴിക്ക് വിവരം കെട്ടവനെ. കോയ വന്നിരിക്കുന്നു. അവൻ ഇസ്രായേലില്
കൂട്ടുകാരുടെ പേരും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇസ്രായേലിലെ കൂട്ടുകാരികളെല്ലാം നിന്റെ പുറകെ നടക്കുമല്ലേ വാലുവാട്ടിക്കൊണ്ട്. അവർക്ക് നിന്റെ പുറകെ നടക്കുന്നതാ ഇപ്പോ ജോലി. നീ ഒരു കാര്യം ചെയ്യാ, തുലുക്കന്മാരോട് പറ പോയി, നിന്റെ കൂട്ടുകാരന്മാർ ആരൊക്കെ ആയിരിക്കും കൂടിപ്പോയാ. ഉമ്മയുടെ കൊതം വെളുപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്ന മോന്. ഇതാണ് ഹാഷീർ മുഹമ്മദ്. മനസ്സിലായോ? ഇതാണ് ഹാഷീർ മുഹമ്മദ് എന്ന് പറയുന്ന കോയ. അടി വാങ്ങിക്കാൻ എരന്നു വഞ്ഞ് ഇസ്രായേലില് ഉമ്മ ആരുടെ കാലിന്റെ ഇടയിൽ കിടക്കുവാണെന്ന്, കാന്തപുരത്തിന്റെ കാലിന്റെ ഇടയിൽ ഇരിക്കുക റീന. എന്റെ ഉമ്മയുടെ കാലിന്റെ ഇടയിൽ കാന്തപുരത്തിന് കൊതം കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോ ആർക്കാ എന്റെ ഉമ്മ കൊതം കൊടുക്കേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് കടി മൂത്തിരിക്കുകയാണ്, അതുകൊണ്ട് റീന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിടൂ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്ന് ഹാഷീർ കൊതമ്മത്. മനസ്സിലായോ? വിവരം കെട്ടവനെ. അടി എരന്നു മേടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുക കുറെ എണ്ണങ്ങള്. എടാ പോടാ വിവരം കെട്ടവന്മാരെ. ഞാൻ ലൈവ് വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ബോധിച്ച കാര്യങ്ങൾ പറയാനാണ് എന്റെ ലൈവ് പേജ് ഇരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യക്കുറവ് തോന്നിയിട്ട് നിങ്ങൾ വല്ലതും എന്നെ ചൊറിയാമെന്ന് വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് കേട്ടിരിക്കുന്നത് സാധാരണ ലൈവിൽ വരുന്ന പെണ്ണുങ്ങളെ പോലെ റീന കേട്ടിരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ കളയുക. എന്റെ ലൈവിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി തോന്നിവാസം പറഞ്ഞ അടിക്കുന്ന അടിയിലുണ്ടല്ലോ കരണം പൊളിക്കും ഞാൻ. പറഞ്ഞ മനസ്സിലായ? കരണവും പൊളിക്കും, കൊതവും പൊളിക്കും. പിന്നെ കിടന്ന് കരഞ്ഞു മുങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഓട് കണ്ടം വഴിക്ക് കോയമാരെ. ഇവിടെ കയറി അങ്ങ് നിരങ്ങി അങ്ങ് കരച്ചിലൂടെ കരച്ചില്ല ഓരോരുത്തവന്മാരും. എത്ര കൊണ്ടാലും പഠിക്കത്തില്ല കോയവല്. അതിനിടയിൽ കോയന്മാർക്ക് കൊതം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ഭാര്യമാരെയും അമ്മമാരെയും വെച്ചുകൊണ്ട് കുറേവന്മാരെ ഇറങ്ങിക്കോളും. എന്റെ ഭാര്യയുടെ കൊതപോകം നടത്തി കൊടുക്കുന്നത് കോയാസാണേ, എന്റെ വീട്ടിൽ മുലകുടി സഹോദരന്മാർ കയറി ഇറങ്ങുകയാണേ, അതുകൊണ്ട് ഈ മുലകുടി സഹോദരന്മാരെ സംരക്ഷിക്കാനുള്ള സംരക്ഷണം ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദീപനെ പോലുള്ള കുറേവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പറയൻ വേളിയെ പോലെയും മറ്റ് വേളികളെ പോലെയും വിവരം കെട്ടവന്മാര്. ഓട് കണ്ടം വഴിക്ക് ലിതിൻ പറയൻ വേളി. അതുകൊണ്ട് കൂടുതൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടരുത്. ഞാൻ കർത്താവിന്റെ വചനം പറയുന്നെന്ന് പറഞ്ഞിട്ടേ എനിക്ക് കണ്ട വിവരം വൃത്തികെട്ടവന്മാര് വന്ന് എന്നോട് നിന്നെപ്പോലുള്ള കൂതറകൾ വന്നിട്ട് കൊതം ചോദിക്കുകയും മറ്റതും മറിച്ചതും ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ ഭാര്യയുടെ കൊതം നീ കൊടുത്തിട്ട് ആശ്വാസം കണ്ടെത്തി കർത്താവേ ശ്വാത്രം ശ്വാത്രം എന്റെ ഭാര്യയ്ക്ക് സുഖവും സൗഖ്യവും കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാടാ. പറഞ്ഞ മനസ്സിലായോ? വായിൽ നിന്നും വരുന്നതേ നിന്നെപ്പോലുള്ള കൂതറകൾക്ക് കൊടുക്കുന്ന മറുപടിയാ. ഞാൻ നല്ലവനക്ക് ரொம்ப നല്ലവനാ, പക്ഷെ കെട്ടവനക്ക് ഞാൻ ആരായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റത്തില്ല. അപ്പൊ നിന്നെപ്പോഴുള്ളവന്മാർ വലിഞ്ഞു കയറി അടി വാങ്ങിച്ചിട്ട് വന്നിട്ട് മാറിയിരുന്ന് കരഞ്ഞു മോങ്ങരുത്. മനസ്സിലായോ? തക്കിയക്കുട്ടൻ ഇറങ്ങിയിരിക്കുക. എന്നെപ്പറ്റി ഇസ്രായേലിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു. ഇവന് സുഹൃത്തുക്കളങ്ങ് ഇറങ്ങിയിരിക്കുക. ഹാഷീർ മുഹമ്മദിന് കൊതം കൊടുക്കുന്ന സുഹൃത്തുക്കളായിരിക്കും കുണ്ടന്. റജി വർഗീസ് പറയാണ് ഹാഷീർ മുഹമ്മദ്. ഞാനെന്തിനാടാ കൊതമതിന് കൊടുക്കുന്നേ? എടാ മുഖം എന്തുവാ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ജൂതന്മാർക്ക് കൊതം കൊടുപ്പ് പരിപാടി ഇല്ലടാ വിവരം കെട്ടവനെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഹാഷീർ മുഹമ്മദേ, ജൂതന്മാർക്ക് കൊതം കൊടുപ്പ് പരിപാടിയില്ല. കൊതം കൊടുപ്പ് പരിപാടി ആർക്കാണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. നിന്നെ കാണിച്ചിട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും. അത് ഹാഷീർ ഹൊതമത് കൊതം കൊടുപ്പ് പരിപാടി നമ്മുടെ തള്ളാഹുവിന്റെ മക്കൾക്ക് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ജൂതന്മാര് പറഞ്ഞു ഡാ കൊതം കൊടുക്കരുത്, കൊതത്തിൽ ഭോഗിക്കരുത്, കൊതത്തിൽ ഭോഗിച്ചാൽ നിങ്ങൾക്ക് കോങ്കണ്ണ് വരുമെന്ന് പറഞ്ഞു. ഇതറിയത്തില്ലെങ്കിൽ ഉസ്താദിനോട് പോയി ചോദിക്കണം കൊതം കൊടുപ്പ് പരിപാടി വല്ലതും ജൂതന്മാർക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട്. കൊതം കൊടുപ്പ് പരിപാടി ജൂതന്മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ജൂതന്മാരെന്ത് ചെയ്തു? നമ്മുടെ കൊതമതിന്റെ ആൾക്കാരോട് പറഞ്ഞു. അതുകൊണ്ടാണ് നിന്റെ കൊതമത് എന്ന് പറഞ്ഞ് പേര് വന്നത് നമ്മുടെ മമ്മദ് കാമഭ്രാന്തരന്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് മമ്മദ് കാമഭ്രാന്തന് കൂട്ടർക്കും കൊതമത് പേര് വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതഭോഗം ആർക്കുള്ളതാണ്? നമ്മുടെ ജൂതം കൊതമതിന്റെ ആൾക്കാർക്കുള്ളത്. അപ്പൊ ജൂതന്മാർ പോയി പറഞ്ഞോടാ കൊതമതേ
എടാ കൊതമതിന്റെ ആൾക്കാരെ, നിങ്ങൾ കൊതഭോഗം നടത്തരുത്. കൊതഭോഗം നടത്തിയാൽ നിങ്ങൾക്ക് കോങ്കണ്ണ് വരുമെന്ന്. അപ്പൊ കൊതഭോഗം നടത്തിയാൽ കോങ്കണ്ണ് വരുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആണോ, എന്നാ പിന്നെ നമ്മുടെ കൊതമത് നബി ഉണ്ടല്ലോ, ആയിഷയുടെ ഷഡ്ഡിയുടെ ബ്രായിനകത്തും ഷഡ്ഡിക്കകത്തും ബ്രായിനകത്തും കയറി കിടന്നു കഴിഞ്ഞാൽ വഹി വരുന്ന നമുക്കൊരു കൊതമതുണ്ടല്ലോ. അങ്ങനെ ആയിഷയുടെ ബ്രായും ഷഡ്ഡിയും തിരക്കി കൊതമത് വഹി ഇറക്കാൻ പോകുന്ന സമയം നോക്കി നമ്മുടെ കൊതമതിന്റെ സഞ്ചാരികളെല്ലാം പോയിട്ട് ചോദിച്ചു, കൊതമത് നബിയെ, കൊതമത് നബിയെ, ജൂതന്മാര് പറയുന്നു കൊതഭോഗം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ജൂതന്മാരിന് കൊതഭോഗം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൊതമത് പറഞ്ഞത് എന്താണ്? സ്ത്രീകൾ കൃഷിയിടമാണ്, അവരുടെ കൊതം മാത്രമല്ല എവിടെയെല്ലാം ഹോളുകളുണ്ടോ അതിനകത്തെല്ലാം കയറ്റി പോയിക്കാൻ പറഞ്ഞു. ഈ മൂക്കിനകത്ത് വരെ തുള കുറച്ച് വലുതായിരുന്നെങ്കിൽ ഇവിടെയും കയറ്റി നമ്മൾ കാര്യം നടത്തി തന്നേനെയായിരുന്നു. അതുകൊണ്ട് കൊതമതിന്റെ ആൾക്കാരെ, കൊതഭോഗം നമ്മുടെ മാത്രം സ്വത്താണ്. അത് നിങ്ങൾ ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് ജൂതന് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവുമില്ല പൊന്നുമോനെ. എന്താണ് മകൻ കവി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. ഉമ്മയ്ക്ക് ജൂതന്റെ അടുത്ത് വല്ലതും പോകണമെന്ന് വല്ല താല്പര്യമുണ്ടോ? എന്റെ പൊന്നേ, നിന്റെ ഉമ്മയെ കൊണ്ട് ജൂതന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇറാൻ വിട്ട ഒരു മിസൈലിന്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. അത് നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് വെച്ച് അടിച്ചാലുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ കൊതം ആകാശമണ്ഡലങ്ങളിൽ പൊട്ടിത്തെറിച്ചാലുള്ള മാനസികാവസ്ഥ. മുഹമ്മദ് ഹാഷിർ കൊതമതേ, മനസ്സിലായോ? ഹാഷീർ കൊതമതേ, മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. പറഞ്ഞ പിടി കിട്ടിയോ? അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. നിന്റെ ഉമ്മയുടെ കൊതത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ജൂതനെ തിരക്കി വന്നാൽ ജൂതന്മാരങ്ങനെ കൊടുക്കാറില്ല. മനസ്സിലായോ? ജൂതന്മാരുടെ അണ്ടിക്കൊക്കെ ഭയങ്കര വിലയാ. അതൊന്നും ചുമ്മാ വഴി പോകുന്നവർക്കെല്ലാം അങ്ങ് ചുമ്മാ എടുത്തു കൊടുക്കാനായിട്ട് ജൂതന്മാരുടെ ആ ഒരു ക്വാളിറ്റി ഒന്നും നിനക്ക് അറിയാത്തതുകൊണ്ടാ വിവരം കെട്ടവന്മാരെ. നിന്റെയൊക്കെ ആണെങ്കിൽ വഴി കിടക്കി ആർക്ക് വേണമെങ്കിലും തരാം, ആർക്ക് വേണമെങ്കിലും തരാന്ന് പറഞ്ഞ് നിങ്ങളെ കലയുകയല്ലേ. ജൂതന്മാരുടെ അത് ഭയങ്കര റെയറാ. അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങളെ വിചാരിച്ചാൽ ചുമ്മാ പോയി ജൂതന്മാരെടുത്ത് കൊടുക്കുന്ന സാധനമല്ലടാ വിവരം കെട്ടവനെ. അതൊക്കെ അവനവന്റെ ഭാര്യയ്ക്കുമാർക്ക് വേണ്ടി മാത്രമായി ജൂതന്മാർ വെച്ചിരിക്കുന്ന റെയറായിട്ടുള്ള സാധനമായതുകൊണ്ടാ ലോകത്ത് 1.25 കോടി ജനം മാത്രമായി ജൂതന്മാർ ചുരുങ്ങിയത്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കൊതമതിന്റെ ആൾക്കാരല്ലല്ലോ. കണ്ടവനും പോകുന്നവനും വരുന്നവനും എല്ലാവർക്കും എടുത്തിട്ട് തുഴയാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വിശാലമാക്കിയിട്ടിരിക്കല്ലേ 5, 6, 7, 8 ഒക്കെ എടുത്തിട്ട് അങ്ങ് തുഴയാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ജൂതന്മാരുടെ അണ്ടിക്ക് വേണ്ടിയിട്ട് നീ കരയണ്ട. എന്തായാലും നിന്റെ ഉമ്മയ്ക്ക് അത് കിട്ടാൻ പോണില്ല. പറഞ്ഞാൽ മനസ്സിലായോടാ വിവരം കെട്ടവനെ? അത് കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. അതിന് നിന്റെ ഉമ്മ മക്കയിലും മദീനയിലും പോയി കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചാലും അത് കിട്ടത്തില്ലടാ കൊതമതിന്റെ മോനെ. ജൂതന്മാരുടെ അണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഉമ്മ മക്കയിലും മദീനയിലും പോയി കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചാലും എത്ര പുണ്യം ചെയ്താലും അത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതൊന്നും എന്നോട് ചോദിക്കരുത്, ഇവിടെ വന്ന് പറയുകയും വരുത്. കേട്ടാടാ ആശീർ കൊതമതേ? പറഞ്ഞ മനസ്സിലായോ? അയ്യോ, ജൂതന്മാരുടെ അണ്ടി തിരക്കി നടക്കുക. ഇനി അടുത്തത്, ഇനി അതും കൂടി ഉള്ളൊരു കുറവേ ഉള്ളൂ. എല്ലാം കോപ്പി അടിച്ചു. ഏതെങ്കിലും ഒരു ജൂതന്റെ അണ്ടി കിട്ടുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. കൊതം നടക്കില്ല, അത് പ്രയോഗമില്ല. കോങ്കണ്ണ്. നമ്മുടെ ബിനു സുന്ദരം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. തൽക്കാലം ആരെങ്കിലും തെറി വിളിക്കുന്നത് കേട്ടിരിക്കാം, അല്ലാതെ എന്താ അതുപോലത്തെ പണിയാണ് എനിക്ക് തന്നത്. കാര്യം പിടികിട്ടിയല്ലോ, വളരെ സന്തോഷം അങ്ങനെ. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം പിടികിട്ടിയല്ലോ. മാനസാന്തരപ്പെടാൻ നിനക്ക് അവസരമുണ്ട്. ഇനിയെങ്കിലും സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ജോസ്ലിൻ ജോസ്, അവന്റെ ഒരു കൊതിയെ, അതെ അവന് ഭയങ്കര ഒരു കൊതി. ഇനി ഇസ്രായേലിൽ ഇനിയിപ്പോ കൂട്ടുകാരെയൊക്കെ വിളിച്ചത് ഇനി അതിന് വേണ്ടിയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. അവന്റെ ഇസ്രായേലിലെ കുറെ കൂട്ടുകാരന്മാരെ വിളിച്ചതിന്റെ ഉമ്മയുടെ കൊതമൊന്ന് ഇവിടെ വിശാലമായി കിടപ്പുണ്ട്. വല്ല ജൂതന്റെയും സാധനത്തിന് വല്ല പണിയും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചതായിരിക്കും. അവര് കൊടുത്ത തെറി കാരണം എന്ത് ചെയ്തു, ആളതെന്റെ തലക്കിട്ട് ഒഴിഞ്ഞു പോകാമെന്ന് ചിന്തിച്ച് കാണും വിവരം കേട്ടവൻ. പോയിനടാ പോ, നിനക്കൊന്നും ജൂതൻ എന്താണെന്ന് അറിയത്തില്ല, കൊതമതിന് എന്താണെന്ന് പോലും നിനക്ക് നേരാവണ്ണം അറിയത്തില്ല. അവന്റെ തള്ളും കേട്ടിട്ട് 22 ഊഴി സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ ഹൂറിക്ക് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കാനും മറ്റുള്ളവരെ തെറി വിളിക്കാനും എല്ലാവിധ തോന്നിയവാസം കാണിക്കാനും എന്തുവാടാ നിന്റെയൊക്കെ കൊതമതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു നല്ല കാര്യം. സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്
ഹാഷിർ മുഹമ്മദ്, നീ എന്തിനാ ഞങ്ങളുടെ മതത്തെ പറയുന്നത്? നിന്നോട് ഇസ്ലാം എന്ത് ദ്രോഹം ചെയ്തു? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും മോനെ. അതല്ലേ ഒരു ന്യായമായ, കണ്ടോ, ഇതുപോലെ ന്യായമായ ചോദ്യം ചോദിക്കണം. അല്ലാതെ അവന്റെ കൊതം, ഇവന്റെ കൊതം, കിതം കുതം ഇതൊന്നും ചോദിക്കരുത്. മനസ്സിലായി? ന്യായമായ ചോദ്യം ഇതുപോലെയൊക്കെ ചോദിക്ക്. ചേച്ചി മണിയായി പറഞ്ഞു തരാം. നീ എന്തിനാണ് ഞങ്ങളുടെ മതത്തെ പറയുന്നത്? നിന്നോട് ഇസ്ലാം എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എണ്ണി പറഞ്ഞ് ഞാൻ അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പൊന്നു സഹോദര, ഇസ്ലാം എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം ചെയ്തൊരു ദ്രോഹം നമ്മുടെ കൊതമത് വന്നിട്ട് പറഞ്ഞു. ആരെ? നമ്മുടെ കൊതമത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കള്ളത്തരം. അവൻ ചെയ്ത ദ്രോഹത്തിൽ ഒരു ദ്രോഹം. ഞങ്ങൾ ആരെങ്കിലും ചൊറിയാൻ പോയോ അങ്ങോട്ട്? ഇത് വലിഞ്ഞു കയറി അടിമേടിക്കാൻ വേണ്ടി വരുന്ന കണക്കല്ലേ? ചൊറിയാൻ പോയോ? ഞങ്ങൾ ആരും ചൊറിയാൻ പോയതല്ല. ചുമ്മാ ഇരുന്നപ്പോൾ അവനൊരു ചൊറിച്ചല്. അപ്പൊ അവൻ എഴുതി വെച്ചിരിക്കുക, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നവരുടെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. പിന്നെ അതിനേക്കാളും രസകരമായൊരു കാര്യം, ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്ന മറിയം, അതായത് ഞങ്ങളുടെ കർത്താവിന്റെ അമ്മ, ഞങ്ങളുടെ കർത്താവിന്റെ അമ്മയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും വൃത്തികേട്. ഒരു കന്യകയായിരുന്നപ്പോൾ മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് പോയി ഒരു വീടെടുത്ത് താമസിക്കാൻ തോന്നി. നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണോ? കുടുംബത്തിൽ പറഞ്ഞവരെല്ലാം ഇങ്ങനെയാണോ? ഒറ്റയ്ക്ക് മാറിപ്പോയി എവിടെയെങ്കിലും ലോഡ്ജ് എടുത്ത് താമസിക്കുവാണോ? അങ്ങനെയാണോ? അമ്മയും അച്ഛൻ്റെയും കൂടെ ഇരിക്കുന്ന കന്യകയ്ക്ക് ഒരു കുലികിലിപ്പ് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ തൂറാന്റെ പുസ്തകത്തിനകത്ത്. അപ്പം മറിയയ്ക്ക് തോന്നി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി അങ്ങ് താമസിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോയി താമസിച്ചപ്പോ എന്താ, ഒരു തികഞ്ഞ പുരുഷൻ അങ്ങ് ഇറങ്ങി വന്നിരിക്കുക. ഒരു തികഞ്ഞ പുരുഷൻ വന്നപ്പോഴത്തേക്കും പോയിട്ട് ചോദിക്കുകയാണ്. ഉടനെ മറിയം അവിടെ ഇരുന്നിട്ട് ആ തികഞ്ഞ പുരുഷനോട് പറയുകയാണ്, തല്ലാഹുവിന്റെ നാമത്തിൽ വന്നിരിക്കുന്ന തികഞ്ഞ പുരുഷ, ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു. നിന്റെയൊക്കെ നിന്റെ ഹാഷിർ കൊതമതേ, നിന്റെ ഉമ്മ ഇങ്ങനെയാണോ നിന്നെ ഉണ്ടാക്കി തന്നേ? വഴി കാണുന്ന ഒരുത്തനെ കണ്ടപ്പോഴത്തേക്കും പോയി ഉമ്മയ്ക്ക് പറഞ്ഞു, അയ്യോ നിങ്ങളൊരു തികഞ്ഞ പുരുഷനാ, എന്നാ പിന്നെ എന്റെ കൊതം എടുത്തോളൂ എന്ന് പറഞ്ഞു നിന്റെ ഉമ്മ കൊതം കൊടുത്ത് അഭയം പ്രാപിച്ചിട്ടാണോ നിന്നെ പ്രസവിച്ചിട്ടെ? അങ്ങനെയാണോ? തൂറാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വിവരം കെട്ടവനെ. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, ക്രിസ്ത്യാനികൾ ഏറ്റവും പവിത്രമായി കാണുന്ന കർത്താവിന്റെ ജനനത്തെ വെറും വൃത്തികേടായ രീതിയിൽ ആ നാറിയ മോൻ സാത്താൻ പിടിച്ചവൻ എഴുതി വെച്ച വെപ്പായത്. മനസ്സിലായോ? ക്രിസ്ത്യാനികളെ അപമാനിക്കുകയും ക്രിസ്ത്യാനികളെ ഏറ്റവും പവിത്രമായി കാണുകയും ഒക്കെ ചെയ്യുന്നവരുടെ വിശ്വാസത്തെ ചൊറിയാൻ വന്നത്, വലിഞ്ഞേറി അടി വന്നത് ആരാ? വലിഞ്ഞേറി അടി വാങ്ങിക്കാൻ വേണ്ടി വന്നത്? ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോയോ അവനോട് ചൊറിയാനായിട്ട്? പോയിട്ടില്ല. അപ്പൊ അങ്ങ് ചൊറിഞ്ഞങ്ങ് എഴുതി വെച്ചിരിക്കുവോ, ഒരു തികഞ്ഞ പുരുഷനെ കണ്ടപ്പോൾ ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു എന്ന് അങ്ങ് ചോദിച്ചു പോലും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനർത്ഥം എന്താ? അവനൊരു ശാരീരബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് ക്രിസ്ത്യാനികളുടെ കർത്താവെന്ന തൂറാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്തെ ക്രിസ്ത്യാനികൾക്ക് തന്നെ ചൊടിപ്പുണ്ടായി, അത് വിഷയമായി വളരെ ചർച്ചയായി, അടി ഇവന് കൊള്ളുമെന്ന് കണ്ടപ്പോഴത്തേക്കും ഉടനെ അടുത്ത സൂറ അങ്ങ് ഇറക്കിയിട്ട് പറഞ്ഞു, അത് ജബ്രിയേൽ ദൂതൻ വന്നിട്ട് തല്ലാഹുവിന്റെ റൂഹ് അങ്ങ് ഇറങ്ങി വന്നു. റൂഹ് ആരാന്ന് പോലും അറിയത്തില്ല. അള്ളാഹുവിന്റെ റൂഹ് ഏതാന്ന് വെച്ചാൽ പറയാണ് ജബ്രിയേൽ ദൂതനാണ്, അതാണ് അള്ളാഹുവിന്റെ റൂഹ് എന്നാവും അവരുടെ കൊത്തപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജബ്രിയേൽ ദൂതൻ ആരാന്ന് എന്തത്? തല്ലാഹുവിന്റെ റൂഹ് ഇറങ്ങി വന്നിട്ട് മറിയയുടെ ഗുഹ്യഭാഗം തുറന്നു വെച്ചിട്ട് ഫൂ എന്നങ്ങ് ഊതിക്കൊടുത്തു പോലെ. തല്ലാഹുവിന്റെ റൂഹ് മറിയയുടെ ഗുഹ്യഭാഗം തുറന്നു വെച്ച് അങ്ങ് ഊതിക്കൊടുത്തപ്പോ ഉണ്ടായ മോനെന്ന അടുത്ത കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആയത്തിനകത്ത് ഇറക്കി വെച്ചിരിക്കുന്നത്. കാരണം അടി അന്ന് കൊള്ളുമെന്ന് കണ്ടു. അടി കണ്ടപ്പോഴത്തേക്കും ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുമെന്ന് കണ്ടപ്പോഴത്തേക്കും അടുത്ത റൂഹിന്റെ പേരിൽ കൊണ്ട് തള്ളിമറിച്ചു. അത് തികഞ്ഞ പുരുഷനല്ല കേട്ടോ. തല്ലാഹുവിന്റെ റൂഹ് ഇറങ്ങി വന്നിട്ട് മറിയയുടെ വെജൈന ഇങ്ങനെ തുറന്നു വെച്ചു. ഗുഹ്യഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഹൂ എന്ന് പറഞ്ഞ് രൂതൊക്കെ ഊതിയപ്പോഴത്തേക്കും ആഹാ കുളിര് കൊണ്ട് അങ്ങ് ഗർഭം ഉണ്ടായെന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി വെച്ചു. അപ്പൊ ഈ തല്ലാഹുവിന്റെ റൂഹ് ആരാന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ അത് ജിബ്രിയേൽ ദൂതനാണെന്ന്. തള്ളാഹുവിന്റെ റൂഹ് ആരാന്ന് വെച്ചാൽ തള്ളാഹുവിന്റെ ഗർഭം ചുമക്കാൻ വയ്യ. തള്ളാഹുവിന്റെ ഗർഭം ഇതെന്റെ ഗർഭമല്ല, ഉണ്ടാക്കി കൊടുത്തവനാരാ? തള്ളാഹുവിന്റെ റൂഹാ വന്ന് ഉണ്ടാക്കി കൊടുത്തത്. തള്ളാഹുവിന്റെ റൂഹ് എന്ന് വെച്ചാൽ തള്ളാഹുവിന്റെ ആത്മാവെന്ന അതിനർത്ഥം. അതുപോലും അറിയാത്ത മണ്ടന്മാര് അതിനെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ നോക്കിക്കോണേ. തള്ളാഹുവിന്റെ ആത്മാവ് വന്ന് ഗർഭം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് അവന്റെ കൊതപുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഒട്ടനെ തള്ളാഹു പറയേ ഞാൻ ആർക്കും മക്കളെ കൊടുത്തിട്ടൊന്നുമില്ല, എനിക്ക് മക്കളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒട്ടനെ കൈയൊഴിയുക. ഗർഭം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ കൈയൊഴിയും തള്ളാഹു. അതാണ് നമ്മുടെ കലാപരിപാടി.
എന്നിട്ട് അത് കൊണ്ടുപോയി ജബ്രിയേൽ ദൂതന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചത് ജബ്രിയേൽ ദൂതനാണെന്ന്. എടാ, ജബ്രിയേൽ ദൂതന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചത് ജബ്രിയേൽ ദൂതനാണെന്നുണ്ടെങ്കിൽ ആയിഷയ്ക്ക് കൊതമതിന് സ്ഥിരമായിട്ട് ഒരാളെ കാണുന്നുണ്ട്. കൊതമത് ഒരു രൂപത്തെ കാണുന്നുണ്ട്. അയ്യോ, ഞാനൊരാളെ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഖദീജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്ന മനുഷ്യൻ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ ഇപ്പോഴും ആ മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പൊ അതൊരു ഏഞ്ചൽ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഖദീജ എന്ത് ചെയ്തു? ഉടനെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് മുഹമ്മദിന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് പിന്നെ ഖദീജ വന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ആ മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് ആ മനുഷ്യനെ കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഖദീജ ഉള്ള ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്തു? കൊതമതിന്റെ മടിയിൽ കയറി അങ്ങിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇല്ല, ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഉടനെ ഖദീജ അടുത്ത ഡയലോഗ് ഇട്ട് പറഞ്ഞു, അയ്യോ, അത് തല്ലാഹുവിന്റെ ഏഞ്ചലാണ്, ആ ജിബ്രിയേൽ ദൂതനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ ജബ്രിയേൽ ദൂതൻ ഇറങ്ങി ഓടൂന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ? ഖദീജയാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഖദീജയാണ് പറഞ്ഞിരിക്കുന്നത്. ജബ്രിയേൽ ദൂതൻ തല്ലാഹുവിന്റെ സ്ത്രീകൾ നഗ്നമായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടുമെന്ന ഖദീജ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതേ ഖുർആന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുവാണ്, ജബ്രിയേൽ ദൂതൻ ഗുഹ്യഭാഗം നോക്കി ഊതിക്കൊടുത്തു. അപ്പൊ ഓടിയതാരാ? അപ്പം തല്ലാഹുവിന്റെ ജബ്രിയേൽ ദൂതനാണോ സാത്താനാണോ ഓടിയത്? എടാ, യഥാർത്ഥ ദൂതനാണെങ്കിൽ, എന്നിട്ട് അവള് തന്നെ പറയുന്നുണ്ട്, തല്ലാഹുവിന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും വരുന്ന ജൂതനാണെങ്കിൽ ദൈവത്തിന്റെ പക്കൽ നിന്നും വരുന്ന ദൂതന്മാരാണെങ്കിൽ, മാലാഖമാരാണെങ്കിൽ അവർ സ്ത്രീകളുടെ നഗ്നത കണ്ടിരിക്കത്തില്ല. നേരെ മറിച്ച് സാത്താന്റെ പക്കൽ നിന്നും വരുന്ന ദൂതന്മാർ നഗ്നത കാണുമെന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ഖദീജ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മറിയയുടെ ഗുഹ്യഭാഗം നോക്കി ഊതിക്കൊടുത്തവൻ ആരാ? അപ്പൊ ഏത് നിങ്ങൾ പറയുന്ന ജബ്രിയേൽ ദൂതനാണെങ്കിൽ അന്ന് ഖദീജ ഉരിഞ്ഞിട്ടപ്പം ഇറങ്ങി ഓടിയവനാരാ? അന്ന് കൊതമതിന്റെ കൂടെ അപ്പം നടന്നവനാരാ? നിങ്ങൾ തന്നെ മറുപടി പറയണം. BMA അബു കൂർഗ് പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടുവന്ന് സംസാരിയുടെ വിവരം കെട്ടവനെ. ഷിറാസ് ജാൻ, മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക്? നിങ്ങളുടെ യഹൂദ മതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാനാണോ യഹോവ കൽപ്പിക്കുന്നത്? മാന്യമായി മറുപടി പ്രതീക്ഷിക്കുന്നു. മാന്യമായി മറുപടി ഇപ്പൊ തരുന്നില്ല. മാന്യതയൊക്കെ കളഞ്ഞ മറുപടി നിങ്ങൾക്ക് തരുന്നുള്ളൂ. മാന്യന്മാർക്ക് മാന്യമായ മറുപടി കൊടുത്താൽ മതി. എല്ലാ കൂതറകൾക്കും മാന്യമായ മറുപടി അർഹിക്കുന്നില്ല. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാ, മാന്യന്മാരോട് മാന്യന്മാരായിരിക്കുക, കൂതറകളോട് കൂതറയായിരിക്കുക, എന്നാലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാവരോടും മാന്യ വേഷം കെട്ടിക്കൊണ്ട് നടന്നാലുണ്ടല്ലോ, മാന്യന്മാരൊന്ന് കൂതറകളെല്ലാം നമ്മുടെ തലയ്ക്കകത്ത് കയറി അങ്ങ് നിരങ്ങും. മനസ്സിലായോ? മാന്യന്മാരോട് മാന്യന്മാരായിരിക്കുക, കൂതറകളോട് കൂതറയാകുക, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരോടും മാന്യന്മാരായിട്ട് നമ്മളിങ്ങനെ മെഴുകി നടക്കാൻ പോയി കഴിഞ്ഞാൽ സകല കൂതറകളും നമ്മുടെ തലയിൽ കയറി അങ്ങ് നരങ്ങും. അങ്ങനെ നരങ്ങാൻ വിടുന്നില്ല. ഞാൻ തൽക്കാലം അങ്ങ് തീരുമാനിച്ചിരിക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ ഈ ഞങ്ങളുടെ മതത്തോട് ഇത്ര ദേഷ്യം എന്താന്ന് ചോദിച്ചാൽ ഇതാണ്. ഞങ്ങളോട് വല്ല ദ്രോഹവും ചെയ്തോന്നൊക്കെ ചോദിച്ചില്ലേ? ഈ ദ്രോഹമാണ് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അപമാനിക്കുക, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ വെറും വൃത്തികേടാക്കി സങ്കല്പമാക്കി മാറ്റുക. ഞങ്ങൾ വല്ലതും ചൊറിയാൻ വന്നോടാ വിവരം കെട്ടവന്മാരെ, നിന്റെ തള്ളാഹുവിനോടും കൊതമതിനോടും? തള്ളാഹുവിനോടും കൊതമതിനോടും ആരെങ്കിലും ചൊറിയാൻ വേണ്ടി വന്നോ? അപ്പൊ എരന്ന് അടി മേടിക്കുമെന്ന് അറിയാതെ അങ്ങ് ചൊറിയാൻ പോയതാ. പക്ഷെ ഇപ്പൊ ഏറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനികൾ തിരിച്ചിങ്ങനെ ഏറിക്കയറ്റി അടിക്കുമെന്നുള്ളത് അന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് വിചാരിച്ചു നമ്മൾ വലിയ ആൾക്കാരാ, വാളെടുത്തുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും കൈകാലുകൾ എതിർദിശയിൽ വെച്ച് വെട്ടി കരിഞ്ഞിട്ടും ഭയം കൊടുത്തുകൊണ്ടും നമുക്ക് നമ്മളുടെ വ്യാജം ഇങ്ങനെ തള്ളിമറയ്ക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു നാൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹം ചാടി എണ്ണീക്കുമെന്നുള്ളത് മറന്നുപോയ കൊതമതിന് പിന്നീടാണ് കാര്യം പിടികിട്ടിയത്. അയ്യോ, സിംഹക്കൂട്ടിൽ കൊണ്ടാണല്ലോ കൈവച്ച് കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു കീറി വലിച്ചെറിയുമെന്നുള്ളത് പിന്നീടാ മനസ്സിലായത്. ഇപ്പൊ പിടികിട്ടിയോ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ദേഷ്യമെന്ന് പറഞ്ഞിട്ട്? സ്വന്തം പുസ്തകം ഇരിക്കുന്ന സമയത്ത് ഇമാതിരി തോന്നിയ മാസം എന്ത് ചെയ്യരുത്, എഴുതി അങ്ങ് വെക്കരുത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇനിയും ഏറി കയറും. പോട്ടെ, അതും എല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സകല യഹൂദനെ അങ്ങ് കൊന്നു കളയണമെന്ന്. അതെന്താ? യഹൂദന്മാരെല്ലാം നിന്നെയൊക്കെ ചൊറിയാൻ വന്നോടാ വിവരം കെട്ടവന്മാരെ, ഖുർആന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇവനൊക്കെ ഒരു ദൈവമോ? സകല യഹൂദന്മാരെയും അങ്ങ് കൊന്നു കളയണം, പിന്നെ ക്രിസ്ത്യാനികളെ ആത്മമിത്രമായി സ്വീകരിക്കരുത്.
കാഫറുകളെ കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, പിന്നെ തള്ളാഹുവിന് വേണ്ടി അവസാനം വരെയും യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്നിടത്തെല്ലാം പോയി പൊട്ടിത്തെറിച്ച് ജാകുന്നു. ചുമ്മാ കിടക്കുന്ന പാവം മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ എല്ലായിടത്തും നിങ്ങൾ ദ്രോഹം ചെയ്ത് മറ്റുള്ളവർക്ക് വലിയ ഭാരമായിരിക്കുമ്പോൾ നിങ്ങളോട് സ്നേഹം ആർക്കെങ്കിലും ഉണ്ടാകുമോ? സ്നേഹം ഉണ്ടാകും പോലും വിവരം കെട്ടവന്മാരെ. ആദ്യം ആ കൊത പുസ്തകം വലിച്ചു കീറി നീയൊക്കെ കൊണ്ടുപോയി ഫ്ലഷറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് കള ആദ്യം ഇതിന്റെയൊക്കെ കൊത പുസ്തകം. അപ്പൊ ശരിയായിക്കോളും, നാട് നന്നായിക്കോളും. മനസ്സിലായോ? നിങ്ങളിങ്ങനെ ഏറി കയറേണ്ട ആവശ്യവും വരത്തില്ല. അത് ഉള്ളിടത്തോളം കാലം നിങ്ങളും ഏറി കയറും. എന്റെ പേജിൽ വന്ന് ചൊറിയാൻ വന്ന അടിയും പേടിക്കും. അത് ഏതവനാണെങ്കിലും, അത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണ്, മതം നോക്കാതെ തന്നെയാണ് അടിക്കുന്നത്. അല്ലാതെ എന്റെ പേജിൽ കയറി വന്ന് ഞാൻ മുസ്ലിങ്ങൾക്ക് മാത്രം അടി കൊടുക്കുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നാൽ മതി. നമ്മുടെ ബിനു സുന്ദരത്തിന് കിട്ടിയതുപോലെയും നിതിൻ പറയൻവേളിക്ക് കിട്ടിയതുപോലെയൊക്കെ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇവിടെ ഭാഗപരവും ഇതൊന്നുമില്ല. ഇവിടെ മതേതരമാണ്. ഇവിടെ അടികൊള്ളുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാം മതേതരമാണ്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ വരുന്ന മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചു റീനോ രണ്ട് കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത് നിങ്ങൾ. ഇവിടെ വന്ന് ചൊറിയാൻ വരുന്ന മുസ്ലിം ആണെങ്കിലും കിട്ടും, ഹിന്ദു ആണെങ്കിലും കിട്ടും, ക്രിസ്ത്യാനി ആണെങ്കിലും കിട്ടും. ഇവിടെ ക്രിസ്ത്യാനി ആണെന്നുകൊണ്ട് കൺസെക്ഷൻ ഒന്നും ഇവിടെ ഇല്ല പ്രിയ സഹോദരങ്ങളെ. പിടികിട്ടിയോ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവനവൻ നന്നായ അവനവന് കൊള്ളാം. പിടികിട്ടിയോ? അവനവൻ നന്നാകാൻ പഠിക്കുക. ഇന്നെന്തായാലും ശബാത്ത് ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാം ശബാത്തിലാണ്, എനിക്ക് അറിയാം. ഞാൻ നാളെ ഉച്ചയ്ക്ക് ലൈവിൽ വരും. നാളെ ഉച്ചയ്ക്ക് ലൈവിൽ വരുന്ന സമയത്ത് ദൈവവചനത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതുണ്ട്. ഈ അന്ത്യകാലവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പം നമുക്ക് നാളെ ലൈവിൽ വരുമ്പോൾ കാണാം. സമയം എന്തായി? സൂമിൽ വരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. 11:17 സോറി സഹോദരങ്ങളെ, അവിടെ ഒത്തിരി രാത്രിയിലായി കാണും. പിന്നെ സൂമിൽ വന്നിട്ട് കാര്യവുമില്ല. മനസ്സിലായോ? നാളെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ലൈവൊക്കെ വന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഹാഷീർ കൊതമത്. എന്തായാലും ഞങ്ങൾ യേശുവിനെ പ്രവാചകൻ ഈസാ നബിയായി കാണുന്നത് അത് തന്നെ വലിയ കാര്യമല്ല. അയ്യോ, നീ അങ്ങനെ പ്രവാചകനായി കാണണ്ട ഹാഷീർ മോനെ. ഹാഷീർ കൊതമതേ, നീ അങ്ങനെ പ്രവാചകനായി ഒന്നും കണ്ട് ഈസാ നബി എന്ന് പറയുന്ന തള്ള് അവിടെ കയ്യിലങ്ങ് വെച്ചേച്ചാ മതി. ഞങ്ങളുടെ കർത്താവിനും അങ്ങനെ ഈസാ നബി എന്നൊന്നും പേരൊന്നും ആരും ഇട്ടിട്ടില്ല. അതിന്റെ കൊതമത് പറഞ്ഞെന്ന കഥയല്ലേ, അത് നീ അങ്ങ് വെച്ചിരുന്നങ്ങ് വായിച്ചോ. മനസ്സിലായോ? കൊതമത് നബി പറഞ്ഞെന്ന കഥയല്ലേ, അവിടെ പോയിരുന്നങ്ങ് വെച്ചിരുന്നങ്ങ് വായിച്ചോ. ഈസാ നബിയാണ് പോലെ. ആ ഈസയും കൂസയൊക്കെ ആരാന്ന് ഞങ്ങൾക്ക് എവിടെ നിന്നറിയാനാ? നിനക്കൊരു ഈസാ നബി ഉണ്ടെങ്കിൽ ആ ഈസാ നബിയെ പോയിരുന്നു നീ ഇനി വായിര്. ബിനു സുന്ദരം. എടാ വിവരം കെട്ടവനെ, കൂതറയ്ക്കുണ്ടായവനെ, അടി കൊണ്ടൊന്നും നീ നന്നാകത്തില്ലടാ വിവരം കെട്ടവനെ. നിനക്ക് ഭ്രാന്ത് മൂത്താ നിന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാമായിരുന്നു. മനസ്സിലായോ? നീ തിന്ന് എല്ലിനിടയിൽ പല്ല് കുത്തുന്ന സമയത്താണ്, പല്ലിനിടയിൽ എല്ല് കുത്തുന്ന സമയത്താണ് നിനക്ക് ചോറിച്ചല്. അപ്പൊ 2 റീനയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും വന്ന് അടി മേടിക്കുന്നത്. എന്റെ തെറിവിളി കേട്ട് കിടക്കുന്ന പോലെ ചൊറിയാൻ വരുമ്പോ അറിയണമായിരുന്നു 2 കിട്ടൂന്നുള്ള റീനയുടെ കയ്യിൽ നിന്ന്. അപ്പം ഇപ്പൊ കിട്ടിയതിന് ശേഷമുള്ള ഇരുന്നുള്ള കരച്ചിലോ, മാറിന്ന് പോയിരുന്ന് കര വിവരം കേട്ടവനെ കൂതറേ. തീട്ടം വാരി അടിക്കും ബിനു സുന്ദരം കൂടുതൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ. ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഇന്ത്യയിൽ വന്നത് ഹിന്ദുവിന്റെ വിശാല മനസ്സുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിന്റെയും കഥ വല്ലതും പറയാൻ മതി വന്നു ഞാന്? എടാ വിവരം കെട്ടവനെ, പോടാ ഊളെ. നിനക്ക് റീനെ അറിയത്തില്ലെങ്കിൽ വെറുതെ എന്തിനാടാ വന്ന് അടി മേടിക്കുന്ന നിരന്ന്. നേരത്തെ വന്ന് പശ്ചാത്തപിച്ചിട്ട് പോയവനാ, ഞാൻ മാറിയിരുന്ന് കണ്ടോളാൻ സഹോദരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വന്നിട്ട് പറയുകയാണ് അവന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളത് എനിക്കും കൂടി തന്നേരെന്ന്. ഇതെന്താടാ, പാത്രത്തിനകത്ത് ചോറ് വിളമ്പുന്നത് പോലെയാണോ? വളിച്ചു നോക്കി തിന്നിട്ട് അതിന് ടേസ്റ്റ് കാരണം ഇങ്ങനെ എത്തി നോക്കിയിരുന്നിട്ട് അവന് കൊടുക്കുമല്ലേ ചോറ്. കിട്ടിയില്ല, അയ്യോ കപ്പയും മീനും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവന് കൊടുത്തു കഴിഞ്ഞു എന്ന് കണ്ടപ്പോഴത്തേക്കും എന്നറിയുന്ന സഹോദരി എനിക്കും കൂടി ബാക്കിയുള്ളതും കൂടി തരും, എന്നിട്ട് വേണം തൃപ്തിയായിട്ട് പോയി കിടന്ന് ഉറങ്ങാനെന്ന്. ബിനു സുന്ദരം, തിരിച്ചു പറയാൻ പറ്റാത്ത നിന്റെ ഭാഗ്യം. അയ്യടാ, നീ തിരിച്ചു പറഞ്ഞു നോക്ക്.
തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിവരം എന്നുള്ളത് നീ അപ്പം പഠിക്കും. അയ്യോ അപ്പം നീ തലയ്ക്കകത്ത് കയ്യും വെച്ചോട്ട് പറയും, ഇതെന്തിന്റെ ഗതഗതി, എന്തു വിധി ഇത്, വല്ലാത്ത ചതിയത്, ഓർക്കാപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്, ആ മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലത്തും കണ്ണ് കാണാതിരിപ്പാണ് എന്ന് പറഞ്ഞ് നീ ഇരുന്ന് എന്ത് ചെയ്തേനെ? കരഞ്ഞേനെ. മനസ്സിലായോ? നീ വന്നിരുന്ന് കരഞ്ഞേനെയായിരുന്നു. റെനീഷ് മാഹി. എന്താ റെനീഷ് മാഹി? എന്താ റെനീഷ് മാഹി? പോടാ ഗുണ്ട വിനീഷുന്ദരം. ഒരു മിനിറ്റ് റെനീഷ് മാഹി ഇപ്പൊ തരാവേ. ദാ നമ്മുടെ റെനീഷ് മാഹി കണ്ടോ? എൻ്റെ ഉമ്മാന്റെ കൊതം ഒന്ന് കച്ചവടത്തിന് വെക്കാൻ പറ്റുമോ റീന എന്ന് ലേലം വിളിക്കാൻ വേണ്ടി വന്നതാ റെനീഷ് മാഹി. പറഞ്ഞ മനസ്സിലായോ? റെനീഷ് മാഹി ഇപ്പൊ തൽക്കാലം ലേലം നിർത്തിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉമ്മാന്റെ കൊതം നാളെ വല്ല ലൈവിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ നമുക്ക് ലേലം വിളിക്കാം. കേട്ടോ റെനീഷ് മാഹിയെ? ഇപ്പൊ തൽക്കാലം ഉമ്മാന്റെ കൊതം കച്ചവടത്തിന് വെക്കാൻ പറ്റില്ല മകനെ. നാളെ വല്ലം കൊണ്ടുപോവാ, നമുക്ക് ലൈവിൽ വെച്ച് നമുക്ക് ലേലം വിളിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് മനസ്സിലായോ? എന്നാ പോയി കിടന്നുറങ്ങ് ചെല്ലേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ബിനു സുന്ദരം പോയി കിടന്നുറങ്ങ് ചെല്ല്. വിവരം കേട്ടവനെ ചെല്ല്, പോയി കിടന്നുറങ്ങ്. ട്രോഫി മേടിക്കാൻ തീരുമാനിച്ചങ്ങ് ഇറങ്ങിയിരിക്കുക. അത് കുണ്ടൻ ട്രോഫി ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നതാ. റീന, ആ കുണ്ടന്റെ ട്രോഫി ആർക്കും കൊടുക്കല്ലേ, അത് ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്ന് പറയാൻ വേണ്ടി ഓടി വരാ. എന്നാൽ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ ബിനു സുന്ദരം, ലൈവിൽ നിന്ന് പോകാതെ. നല്ലൊരു മനസ്സാ, സമ്മതിക്കണം. ബിനു സുന്ദരൻ ആ ഇരുന്ന് കേൾക്കുന്ന ആ മനസ്സുണ്ടല്ലോ, ആഹാ. അതെ, ആ പട്ടം കൊടുത്തു വിട്ടു. അപ്പൊ ഇന്നത്തെ സഹോദരങ്ങളെ ഞാൻ പോവുകയാണേ. അപ്പൊ ഇന്നത്തെ കുണ്ടനുള്ള നല്ല കുണ്ടന്റെ പുരസ്കാരം നമ്മുടെ ബിനു സുന്ദരത്തിനാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് കുണ്ടൻ അവാർഡുകളിൽ ഏറ്റവും ബെസ്റ്റ് കുണ്ടൻ ബിനു സുന്ദരം. ഓക്കെ, അപ്പം ആ ബിനു സുന്ദരൻ എന്ന് പറയുന്ന കുണ്ടനാണ് നമുക്ക് ഇന്ന് ഏറ്റവും നല്ല കുണ്ടനുള്ള അവാർഡും പുരസ്കാരവും കിട്ടിയിരിക്കുന്നത്. കുണ്ടി വിട്ടൊരു പരിപാടിയുമില്ലെന്ന് ഭാര്യയ്ക്ക്. ആ ഭാര്യയ്ക്ക് കുണ്ടി വിട്ടൊരു പരിപാടിയില്ലെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബിനു സുന്ദരം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യയ്ക്ക് കുണ്ടി വിട്ടൊരു പരിപാടിയുമില്ല. കുണ്ടി കൊടുത്ത് ജീവിക്കുന്ന ബിനു സുന്ദരത്തിന്റെ ഭാര്യയെയും മകളെയും ഓർത്ത് ബിനു സുന്ദരം വീണ്ടും വന്ന് പറയുകയാണ്, എന്റെ ഭാര്യയ്ക്കും മകൾക്കും കുണ്ടി കൊടുത്തൊരു പരിപാടിയുമില്ല, കുണ്ടി വിട്ടൊരു പരിപാടിയില്ല, കുണ്ടിയെ കൊടുക്കത്തുള്ളവർ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ ഭാര്യയും മകളും കുണ്ടി കൊടുത്ത് ജീവിച്ചോളൂ, നീ നല്ല കുണ്ടന്റെ അവാർഡും മേടിച്ചോളൂ. അപ്പം ഭാര്യയ്ക്കും മകൾക്കും ഒരിക്കൽ കൂടി കുണ്ടി കൊടുക്കാനുള്ള ആശംസകൾ നേരുന്നു. നമ്മുടെ ബെസ്റ്റ് കുണ്ടനായിട്ട് കേൾക്കുന്നുണ്ടോ ഭാര്യയും മോളും വല്ലതും? ഈ കുണ്ടന്റെ കൂടെ ജീവിച്ച് നിങ്ങൾ തെരുവിൽ കിടന്ന് ഇങ്ങനെ കുണ്ടി കൊടുത്ത് അടിവേടിക്കേണ്ട ഗതികേടുണ്ടാക്കി വെച്ച ഈ ഒരു കുണ്ടന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭാര്യയും മകളുമേ നിന്നോട് ഞാൻ പറയുന്നത്, ഈ കുണ്ടനെ വിട്ട് ഓടിയാൽ നിങ്ങളുടെ കുണ്ടി പൊളിയാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാമെന്നുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ബെസ്റ്റ് കുണ്ടന്റെ അവാർഡ് നമുക്ക് ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിനു സുന്ദരത്തിനാണ്. അപ്പൊ ബിനു സുന്ദരം കിട്ടിയല്ലോ, നീ ആവശ്യപ്പെട്ട അവാർഡ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ലഹിത്രോത്ത് പോയി കിടന്നുറങ്ങും പ്രിയ സഹോദരങ്ങളെ. ഇന്ന് അവന് സമാധാനത്തോടുകൂടി
ഓക്കെ, പോയി കിടന്ന് ഉറങ്ങാൻ അവസരം അവന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ലഹിത്രോത്ത്.